ഹേ ഗൈസ്, അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങൾക്ക് വേണ്ടി കൊണ്ടുവന്നിരിക്കുന്ന മൂവി 2018 ഒരു സയൻസ് ഫിക്ഷൻ ടൈം ട്രാവൽ മൂവിയായിട്ട് പുറത്തിറങ്ങിയ പെൻഡിങ് ട്രെയിൻ എന്ന് പറഞ്ഞിട്ട് ഒരു ജാപ്പനീസ് മൂവിയാണ് നമ്മളിന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത്. വെറുതെ പറയല്ല, വളരെ ഇൻട്രസ്റ്റിംഗ് ആയൊരു സ്റ്റോറിയാണ്. ജപ്പാനിലെ ട്രെയിനിൽ ഒരുപാട് പേര് ഇങ്ങനെ യാത്ര ചെയ്യുന്ന സമയത്ത് പെട്ടെന്ന് ഒരു ഭൂമി കുലുക്കം സംഭവിക്കുന്നു. ആ ഒരു ടൈമിൽ ആ ഒരു ട്രെയിനിന്റെ അവസാന കമ്പാർട്ട്മെന്റ് മാത്രം ഒരിടത്ത് പെട്ടുവാണ്. പക്ഷേ അവിടെ ഇറങ്ങി നോക്കുമ്പോഴത്തേക്കാണ് അവർക്ക് മറ്റൊരു കാര്യം മനസ്സിലാവുന്നത്. അവരെല്ലാവരും മറ്റൊരു ടൈം ലൈനിലേക്ക് ടൈം ട്രാവൽ ചെയ്ത് പോയിരിക്കുകയാണെന്ന്. അതിനുശേഷം ഇവരെല്ലാവരും അവിടെ നിന്ന് എങ്ങനെ രക്ഷപ്പെടുന്നു എന്ന് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് സ്റ്റോറി പറയുന്നൊരു മൂവി. അതുകൊണ്ട് നിങ്ങൾ ഈ ഒരു സ്റ്റോറിയിലേക്ക് പോകുന്നതിന് മുന്നേ ചെയ്യേണ്ട ഒരേ ഒരു കാര്യം ഇത് മാത്രമേ ഉള്ളൂ. ചാനൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കുക. കൂടാതെ ആ ഒരു ബെല്ലൈക്കണും കൂടി ഒന്ന് എനേബിൾ ചെയ്തിട്ട് അടുത്തുള്ള ഒരു ലൈക്ക് ബട്ടൺ കൂടി ഒന്ന് പ്രസ് ചെയ്തേക്കുക. ഇനി എന്തായാലും നമുക്ക് നേരെ സ്റ്റോറിയിലേക്ക് പോവാം. അപ്പോൾ ഈ ഒരു സ്റ്റോറിയുടെ സ്റ്റാർട്ടിംഗ് സീനിൽ തന്നെ ജപ്പാനിലെ ഈ ഒരു സ്റ്റോറി നടക്കുന്ന കാലഘട്ടം 2023. അപ്പോൾ ഒരു റെയിൽവേ സ്റ്റേഷൻ ആകുമ്പോഴത്തേക്കും അവിടെ ഒരുപാട് പേരുണ്ടാവും. ജോലിക്ക് പോകുന്നവരും പഠിക്കാനായിട്ട് പോകുന്ന കുട്ടികൾ, അങ്ങനെ പല കാര്യങ്ങൾക്ക് പോകുന്നവർ. അതിലൊരാളാണ് ഷിരഹാമ ഒരു ഫയർ ഫൈറ്ററാണ്. അതേപോലെ തന്നെ അവനെ നോക്കി കുറച്ച് ദൂരെയായിട്ട് ഒരു കണ്ണാടിയിട്ട ഒരു പെണ്ണുണ്ട്. അവളുടെ പേര് ഹട്ടാനോ ഒരു സ്കൂളിലെ ജിം ടീച്ചറാണ്. അവൾ അങ്ങനെ ഷിരഹാമനെ നോക്കാനായിട്ട് വേറൊരു കാരണമല്ല, അവൾക്ക് അവനെ ഇഷ്ടമാണ്. അതേസമയം തന്നെ ആ ഒരു സ്റ്റേഷനിൽ ഒരു വെള്ള മുടിയുള്ള ഒരുത്തൻ, അവന്റെ പേര് നോയ. അപ്പൊ ഇവരെല്ലാവരെയാണ് നമ്മൾ പ്രധാനമായിട്ടും ഇനി അങ്ങോട്ട് കാണാൻ പോകുന്നത്. അതുമല്ല, എല്ലാവരും അവിടെ വെയിറ്റ് ചെയ്യുന്ന സമയത്ത് അവർ പോകാനുള്ള ഒരു ട്രെയിൻ അവിടേക്ക് വരുന്നു. അതിലേക്ക് കയറി ഇവർ യാത്ര ചെയ്യാനും തുടങ്ങാണ്. അപ്പൊ നമ്മൾ നേരത്തെ കണ്ട ഷിരഹാമ, നോയ, ഹട്ടാന ഇവരെല്ലാവരും ഈ ഒരു ട്രെയിനിന്റെ ഏറ്റവും അവസാനത്തെ ആ ഒരു കമ്പാർട്ട്മെന്റിലാണ് കയറുന്നത്. അങ്ങനെ എന്നത്തെ പോലെ തന്നെ അവരെ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്ന അതേ സമയത്ത് പെട്ടെന്ന് അവരുടെ ഫോണിലേക്ക് ഒരു എമർജൻസി അലർട്ട് മെസ്സേജ് ഇങ്ങനെ വരികയാണ്. എന്താണെന്ന് വെച്ചാൽ ഒരു ഭൂചലനം ഉടനെ തന്നെ സംഭവിക്കാൻ പോകണമെന്ന് പറഞ്ഞിട്ട്. അങ്ങനെ ഇതും നോക്കിക്കൊണ്ട് നിൽക്കുന്ന അതേ സമയത്ത് എല്ലാവരുടെ ഫോണിലെ ആ ഒരു സിഗ്നൽ ഉണ്ടല്ലോ അതങ്ങ് കട്ടായി പോവുകയും ചെയ്യുന്നു. അതുമല്ലാതെ ഈ ഒരു പോയിക്കൊണ്ടിരിക്കുന്ന ആ ഒരു ട്രെയിനിന്റെ വേഗതയാണെങ്കിൽ നല്ല രീതിയിൽ കൂടിയിട്ടുണ്ട്. അതേസമയം അതിനുള്ളിലൂടെ ഒരു ബോട്ടിലിന്റെ മൂടിയുണ്ടല്ലോ അങ്ങനെ ഉരുണ്ട് വരികയാണ്. അത് ഷിരഹാമോ കാണുകയും ചെയ്യുന്നുണ്ട്. ശരി, അത് എടുക്കാന്ന് പറഞ്ഞിട്ട് അവനിങ്ങനെ കുഞ്ഞ് അത് പിടിക്കാനായിട്ട് വരുമ്പോൾ അടുത്ത് വരുന്നതിന് മുന്നേ തന്നെ ആ ഒരു മൂടി പെട്ടെന്നങ്ങ് മറഞ്ഞു പോകുന്നു. പെട്ടെന്ന് എന്താ സംഭവിക്കുന്ന വെച്ചാൽ ഈ ഒരു ട്രെയിനിന്റെ വേഗതയാണെങ്കിൽ കുറച്ചുകൂടി കൂടിയിട്ട് അതൊരു ടണലിനുള്ളിലേക്ക് കയറി ഒരു ആക്സിഡന്റ് സംഭവിക്കുന്നതും ഇവരെല്ലാവരും ആ ഒരു ലാസ്റ്റ് കമ്പാർട്ട്മെന്റിനുള്ളിലേക്ക് തന്നെ വീഴാണ്. പ്രത്യേകിച്ച് അങ്ങനെ ആർക്കും വലിയ പരിക്കൊന്നും പറ്റുന്നില്ല. അപ്പോൾ ട്രെയിൻ അവിടെ നിൽക്കുന്നതും രക്ഷപ്പെടാമെന്ന് പറഞ്ഞിട്ട് എല്ലാവരും ചാടി വെളിയിലേക്ക് ഇറങ്ങുന്ന സമയത്താണ് ഇവർ പോലും പ്രതീക്ഷിക്കാത്ത ഒരു കാര്യം. വേറെ ഒന്നുമല്ല, ഇവരിപ്പോൾ ഇറങ്ങിയിരിക്കുന്നത് ഒരു കാടിനകത്തേക്കാണ്. കാരണം ഈ ഒരു അവസാന കമ്പാർട്ട്മെന്റ് മാത്രം ഈ ഒരു കാടിനുള്ളിൽ ഇങ്ങനെ നിൽക്കുന്നതും അതിനുള്ളിലുള്ള എല്ലാവരും വെളിയിലേക്ക് ഇറങ്ങി ചുറ്റിനിങ്ങനെ നോക്കുന്നു. ഇവർക്കിപ്പോൾ എന്താണ് സംഭവിച്ചെന്ന് അറിയാൻ കഴിയുന്നില്ല. കാരണം ട്രെയിൻ അങ്ങനെ ഒരു ഭൂചലനം ഉണ്ടാവുമെന്ന് മെസ്സേജ് വന്നു. അത് കഴിഞ്ഞിട്ട് ട്രെയിൻ അതിവേഗതയിൽ ഒരു ടണലിനുള്ളിലേക്ക് പോയി. പിന്നെ ഇപ്പോൾ എല്ലാവരും ഇറങ്ങുമ്പോൾ ഒരു കാടിനകത്ത് എന്താണ് സംഭവിക്കുന്നതെന്ന് ആർക്കും മനസ്സിലാവുന്നില്ല. അതേസമയം തന്നെ കാണിക്കുമ്പോൾ ഈ ഒരു ട്രെയിനിന്റെ ബാക്കി ഭാഗങ്ങളുണ്ടല്ലോ അതെല്ലാം കറക്റ്റായിട്ട് ഒരു സ്റ്റേഷനിൽ തന്നെയാണ് വന്ന് നിൽക്കുന്നത്. അവിടെയുള്ള ഓഫീസേഴ്സ് എല്ലാം ഓടി വന്നിട്ട് അവരിങ്ങനെ പരിശോധിക്കുന്ന സമയത്ത് ഈ ഒരു ട്രെയിനിന്റെ അവസാനത്തെ ആ ഒരു കമ്പാർട്ട്മെന്റ് മാത്രം അവർക്ക് കാണാൻ കഴിയുന്നില്ല. ഓക്കെ, ഇനിയിപ്പോൾ ആ ഒരു ബോഗി ഇളകിയിട്ട് ടണലിൽ എവിടെയെങ്കിലും പെട്ടുപോയിട്ടുണ്ടാവും എന്നും പറഞ്ഞിട്ട് എല്ലാ ഓഫീസേഴ്സും അകത്തേക്ക് പോയിട്ട് ടോർച്ചിലടിച്ച് നോക്കുന്നുണ്ടെങ്കിലും ഇവിടെ നിന്നും അവർക്കത് കണ്ടുപിടിക്കാൻ കഴിയുന്നില്ല. അപ്പോൾ അവർക്ക് എന്താണെന്ന് മനസ്സിലാവുന്നില്ല. ഇതേ കൺഫ്യൂഷൻ തന്നെയാണ് ആ ഒരു അവസാന കമ്പാർട്ട്മെന്റിൽ നിന്നും ഈ ഒരു സ്ഥലത്തേക്ക് ഇറങ്ങിയവർക്കും. അപ്പോൾ നമ്മുടെ ഷിരഹാമോ അവനാണെങ്കിൽ ഒരു ഫയർ ഫൈറ്റർ അല്ലേ, അതുകൊണ്ട് തന്നെ എല്ലാവരെയും സമാധാനപ്പെടുത്തി അവരോട് കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞ് ആരും പേടിക്കേണ്ട ആവശ്യമില്ല, നമ്മൾ രക്ഷപ്പെടുത്താനായിട്ട് അവരെല്ലാവരും ഇവിടേക്ക് വരുമെന്നെല്ലാം പറയുമ്പോൾ ഹട്ടാനോ എന്ന് പറഞ്ഞ ഒരു പെണ്ണുണ്ടല്ലോ അവള് പെട്ടെന്ന് ഞാൻ പോയിട്ട് ആ ഒരു ടണലിൽ പോയി പരിശോധിച്ചിട്ട് വരാം എന്ന് പറയുന്നതും ഷിരഹാമ പറയും ഇല്ല വേണ്ട, നീ ഒറ്റയ്ക്ക് എന്തായാലും പോകണ്ട, ഞാൻ നിന്നോടൊപ്പം വരാമെന്ന് പറയുന്ന അതേ സമയത്ത് നോയ എന്ന് പറഞ്ഞ ആ ഒരു പയ്യനും പറയും ശരി ഞാൻ നിങ്ങളോടൊപ്പം വരാമെന്ന് പറഞ്ഞ് ഇവർ മൂന്നുപേരായിട്ട് ആ ഒരു ടണലിനകത്തേക്ക് പോവാണ്. അങ്ങനെ ഈ ഒരു ടണൽ വഴി ഒരുപാട് ദൂരം നടന്നിട്ട് ടണലിനപ്പുറത്ത് എന്തായാലും സിറ്റി ഉണ്ടാവുമെന്ന് പ്രതീക്ഷയാണ് അവർ മൂന്നുപേരും പോകുന്നത്. ഓടിച്ചെന്ന് നോക്കുമ്പോൾ കാണുന്ന കാഴ്ച എന്താണെന്ന് വെച്ചാൽ അവിടെ സിറ്റി ഇല്ല, എല്ലാം നശിച്ചിട്ട് ഒരു മരുഭൂമി പ്രദേശം പോലെയാണ് കിടക്കുന്നത്. ഇപ്പൊ എന്താണ് നടക്കുന്നതെന്ന് അറിയത്തില്ല. എല്ലാവരുടെയും കിളി പോയിട്ട് നേരെ തിരിച്ചു വന്ന് ആ ഒരു കമ്പാർട്ട്മെന്റിലുള്ള ബാക്കി എല്ലാവരോടും ഈ ഒരു കാര്യം പറയുമ്പോൾ ആദ്യം അവർ വിശ്വസിക്കത്തില്ല. അപ്പോൾ ഹട്ടാനോ അത് വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു, അത് അവളിങ്ങനെ കാണിച്ചു കൊടുക്കുകയാണ്. അപ്പോഴേക്ക് ഇത് കണ്ട് എല്ലാവരും പെട്ടെന്ന് ഷോക്ക് ആവുന്നതും അതിൽ ചുവന്ന ഷർട്ട് ഇട്ട് ഒരുത്തനുണ്ട്. അവൻ പെട്ടെന്ന് ഇവരോട് പറയും എനിക്കറിയാം എന്താണ് സംഭവിച്ചതെന്ന്. സത്യം പറഞ്ഞാൽ ഈ ഒരു ആക്സിഡന്റിൽ നമ്മൾ എല്ലാവരും മരിച്ചു. ഇപ്പോൾ നമ്മൾ കാണുന്നതെല്ലാം നമ്മളുടെ ഇമാജിനേഷൻ മാത്രമാണ് എന്നെല്ലാം ഇങ്ങനെ പറയുമ്പോഴത്തേക്കും ഇവിടെ മരത്തല നീ ഒന്നും മിണ്ടായിരിക്കും, എല്ലാവരും വെറുതെ പേടിപ്പിക്കാതെ എന്ന് പറയുമ്പോൾ അവൻ പറയും ശരി അങ്ങനെയാണെങ്കിൽ ഇതേ ഈ ഒരു തിയറി എങ്ങനെയുണ്ടെന്ന് നോക്ക്, ഒരുപക്ഷെ നമ്മളെല്ലാവരും പാരലൽ യൂണിവേഴ്സിലേക്ക് വന്നു കാണും എന്നിങ്ങനെ പറയുന്നതും ഈ പേടിച്ചിരിക്കുന്ന അവസ്ഥയിൽ ഇതെല്ലാം എല്ലാവരും വിശ്വസിക്കാന്നാണോ? ഒരിക്കലുമില്ല.
അങ്ങനെ ബാക്കി എല്ലാവരും ആരെങ്കിലും രക്ഷിക്കാൻ വരുമെന്ന് പറഞ്ഞിട്ട് ആ ഒരു കമ്പാർട്ട്മെന്റിനുള്ളിൽ തന്നെ വെയിറ്റ് ചെയ്തിങ്ങനെ ഇരിക്കുകയാണ്. അതേസമയം ആ ഒരു കിളി പറഞ്ഞ റെഡ് ഷർട്ട് ഇട്ട് അവനുണ്ടല്ലോ, അവനാണെങ്കിൽ ഇപ്പോഴും അടങ്ങിയിരിക്കാതെ ഫോൺ എടുത്തിട്ട് നമ്മളെല്ലാവരും ട്രാവൽ ചെയ്തിട്ട് ഇപ്പോൾ ഒരു പാരലൽ യൂണിവേഴ്സിലേക്ക് വന്നിരിക്കുകയാണ്. കൂടുതൽ കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക എന്നെല്ലാം ഇങ്ങനെ പറയുമ്പോഴത്തേക്കും ഓക്കെ ശരി, അത് തന്നെയാണ് എനിക്കും പറയാനുള്ളത്. നമ്മുടെ ചാനലും മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഒരു ലൈക്കും കൂടി അടിച്ചേക്കുക, മറക്കല്ലേ. അതേസമയം തന്നെ റീന എന്ന് പറഞ്ഞൊരു പെണ്ണുണ്ട്, അവൾക്കാണെങ്കിൽ നല്ലതുപോലെ വിശക്കുന്നുണ്ട്. അപ്പോഴേക്കും നോയ എന്ന് പറഞ്ഞ അവൻ്റെ ബാഗ് ഉണ്ടല്ലോ അടുത്തിരിക്കുകയാണ്. അതിങ്ങനെ തുറന്ന് ഫുഡ് വല്ലതും ഉണ്ടോ എന്ന് നോക്കുമ്പോൾ അതിനകത്തൊരു ലെറ്ററാണ് ഇരിക്കുന്നത്. സത്യം പറഞ്ഞാൽ നോയ ഒരു കുറ്റവാളിയാണ്, ജയിലിൽ നിന്നും ഇപ്പോൾ പുറത്തു വന്നിരിക്കുകയാണ്. ഈ ഒരു കാര്യം അവൾ മനസ്സിലാക്കുന്നതും നല്ലതുപോലെ പേടിക്കാൻ തുടങ്ങും. അത് കഴിഞ്ഞിട്ട് ഹട്ടാന എന്ന് പറഞ്ഞ ആ ഒരു പെണ്ണിന്റെ ബാഗിൽ നിന്നും ഫുഡ് മോഷ്ടിച്ചിട്ട് ഇവൾ അതും കൊണ്ട് വെളിയിലേക്ക് വരുന്ന സമയത്ത് മുന്നിലിതേ നോയ നിൽക്കുന്നു. അതുമല്ല നോയ ഒരു ക്രിമിനൽ ആണെന്ന് അവൾക്ക് അറിയാലോ. അത് കാരണം പേടിച്ചിട്ട് ആ ഒരു ഫുഡ് താഴെ ഇടുന്നതും അവൻ അത് എടുത്തു കൊടുത്തിട്ടാണ് പറയുന്നത്, ഹേയ് ഇന്ന് ഇത് പിടിക്ക്, നീ ഇത് താഴെ ഇട്ടെന്നും പറയുമ്പോൾ അവളെ പേടിച്ചിട്ട് ഒറ്റ ഓട്ടം. അതേസമയം ഇവിടേക്ക് ഹട്ടാന വന്നിട്ട് അവളുടെ ബാഗ് ഇങ്ങനെ പരിശോധിക്കുമ്പോൾ ഉള്ളിൽ ഫുഡ് കാണാനില്ല. ആരോ എടുത്തെന്നും പറഞ്ഞിട്ട് തിരിഞ്ഞു നോക്കുമ്പോൾ നമ്മുടെ നോയുടെ കയ്യിൽ ആ ഒരു കവർ ഇരിക്കുന്നു. അപ്പോൾ ലേഡി പറയും, സാർ പ്ലീസ് ആ ഒരു ഫുഡ് ഇത് ഹട്ടാനയുടെ ആണ് എന്ന് പറയുമ്പോൾ ഇല്ലില്ല ഞാനല്ല ഇതെടുത്തത്, ദേ ഈ ഒരു പെണ്ണാണ് എടുത്തതെന്നും പറഞ്ഞിട്ട് റീനെ ഇങ്ങനെ കാണിച്ചു കൊടുക്കും. പക്ഷെ അത് പറഞ്ഞു തീരുന്നതിന് മുന്നേ തന്നെ റീന പെട്ടെന്ന് ഞാനൊന്നുമല്ല എടുത്തത്, അത് ഇവനാണ് എടുത്തതെന്ന് പറഞ്ഞിട്ട് ഇവനൊരു ക്രിമിനലാണ്, അതുമല്ല അവന്റെ ബാഗിൽ ജയിലിൽ നിന്നും കൊടുത്ത ലെറ്റർ എല്ലാം ഉണ്ട് എന്നെല്ലാം അവൾ ഇങ്ങനെ പറയാൻ തുടങ്ങുന്നത്. എല്ലാവരും ചെറിയ രീതിയിൽ നോയെ നോക്കിയിട്ട് ഒരു കുറ്റവാളിയാണെന്ന് അറിയുമ്പോഴത്തേക്കും എല്ലാവരും അവനെ ഒരു വല്ലാത്ത രീതിയിലാണല്ലോ നോക്കുന്നത്. അങ്ങനെ നോക്കുമ്പോൾ റീന പറയും, ഇതുപോലെയുള്ള ഒരു കുറ്റവാളിയുടെ കൂടെ നമ്മളെല്ലാവരും ഉള്ളത് വളരെ ആപത്താണെന്ന് പറയുന്നതും ഈ ഒരു കാര്യം കേട്ട് നോയ് എന്താ ചെയ്യുന്ന വെച്ചാൽ ആ ഒരു ബാഗ് എടുത്തിട്ട് ശരി ഞാൻ ഇവിടെ നിന്ന് പോവാന്ന് പറഞ്ഞ് അവിടെ നിന്ന് അങ്ങനെ നടന്നു പോവാണ്. അത് കഴിയുമ്പോഴത്തേക്കും ഇതിനകത്തുള്ള എല്ലാവർക്കും വിശക്കാൻ തുടങ്ങാണ്. ഇപ്പൊ അവന്റെ കയ്യിൽ അധികം അങ്ങനെ ആഹാരമൊന്നുമില്ല. അപ്പോൾ ശിരഹാവ എന്ന് പറഞ്ഞിട്ട് അവന്റെ കയ്യിലാണെങ്കിൽ ഫുഡുണ്ട്, അതെല്ലാവർക്കും ഇങ്ങനെ ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്യുന്നു. അതേസമയം നമ്മുടെ കിളി പറഞ്ഞ ഒരുത്തനുണ്ടല്ലോ, അവനാണെങ്കിൽ അവന്റെ ഫോൺ എടുത്തിട്ട് നേരത്തെ ഒരു വീഡിയോ റെക്കോർഡ് ചെയ്തിരുന്നു. അതെടുത്ത് ഇങ്ങനെ നോക്കുമ്പോൾ അതില് റീന എന്ന് പറഞ്ഞ ഒരു പെണ്ണ് ഹട്ടാനയുടെ ബാഗിൽ നിന്ന് ഫുഡ് എടുക്കുന്ന കാര്യം ഇവനിങ്ങനെ കാണുന്നതും സത്യം എല്ലാവരോടും പറയുമ്പോൾ അവർക്ക് എല്ലാവർക്കും ഇപ്പോഴാണ് മനസ്സിലാവുന്നത്. വെറുതെ നോയെ സംശയിക്കുകയും കൂടി ചെയ്തു. അവനാണെങ്കിൽ ഇപ്പൊ അവിടെ നിന്ന് പോവുകയും ചെയ്തു. അങ്ങനെ നമ്മുടെ ശിരഹാമോയും ഹട്ടാനയുണ്ടല്ലോ, ഇവര് രണ്ടുപേരും അവനെ വിളിച്ചിട്ട് വരാമെന്ന് പറഞ്ഞ് അവന്റെ പുറകെ ഇങ്ങനെ പോവാണ്. നോയാണെങ്കിൽ നടന്ന് ഒരുപാട് ദൂരം നടന്നു നിന്ന് അവസാനം കാല് വഴുതി ഇപ്പോ ഒരു കുഴിയിലേക്ക് വീഴാറായിട്ട് ഇങ്ങനെ പിടിച്ചു കിടക്കാണ്. പക്ഷെ അതിന് മുന്നേ തന്നെ നമ്മുടെ ശിരഹാമ അതേപോലെ തന്നെ ഹട്ടാന ഇവര് രണ്ടുപേരും കൂടി ചേർന്ന് അവനെ വലിച്ച് മുകളിലേക്ക് ഇടുകയും ചെയ്യും. എന്നിട്ട് അവനോട് സോറി എല്ലാം പറഞ്ഞ് അവനെ വിളിച്ച് തിരിച്ച് ട്രെയിനിലേക്ക് തന്നെ കൊണ്ടുവരികയാണ്. അതേസമയമാണ് സത്യത്തിൽ ആ ഒരു ലെറ്റർ അത് നോയയുടെ ലെറ്റർ ഒന്നുമല്ല, അവൻ ഒരിക്കലും ജയിലിലും കിടന്നിട്ടില്ല. സത്യത്തിൽ അത് നോയയുടെ ബ്രദറിന്റെ ആയിരുന്നു. അവനാണ് എന്തോ ഒരു തെറ്റ് ചെയ്തിട്ട് ജയിലിലേക്ക് പോയതും അതുമല്ല ഇന്നത്തെ ദിവസമാണ് അവൻ റിലീസ് ആവുന്നത്. അവനെ കൂട്ടാൻ വേണ്ടിയിട്ടാണ് നോയ ആ ഒരു ട്രെയിനിൽ അവിടേക്ക് പോകുന്ന വഴിക്ക് ഇങ്ങനൊരു കാര്യം സംഭവിച്ചത്. അപ്പൊ തന്റെ സഹോദരനെ കാണാൻ പറ്റാത്ത ആ ഒരു വിഷമം കാരണം അവൻ എന്തൊക്കെയോ പറഞ്ഞിട്ട് അങ്ങനെ കരയുന്നുണ്ട്. അങ്ങനെ അത് കഴിയുമ്പോഴത്തേക്കും ഈ ഒരു ലാസ്റ്റ് കമ്പാർട്ട്മെന്റിലുള്ള ആളുകളുണ്ടല്ലോ, അവർക്കെല്ലാവർക്കും ഇനിയിപ്പോൾ ക്ഷമയെല്ലാം നശിച്ചു. കാരണം ഇത്രയും നേരമായിട്ട് ആരും രക്ഷിക്കാൻ വരുന്നില്ല. അതുകൊണ്ട് ഓരോരുത്തരായിട്ട് അവരുടെ ഇഷ്ടത്തിന് ബാഗെല്ലാം എടുത്ത് ഈ ഒരു സ്ഥലത്തേക്ക് ഇങ്ങനെ പോവാണ്. വേറെ എവിടെയെങ്കിലും രക്ഷപ്പെടാൻ വഴിയുണ്ടോ ഇല്ലെന്ന് അറിയാൻ വേണ്ടി. അങ്ങനെ പോകുന്ന ഒരുത്തനാണെങ്കിൽ ഒരു പഴയ ഒരു ജ്യൂസ് ക്യാൻ ഇങ്ങനെ കണ്ടുപിടിക്കുന്നു. ആ ഒരു കിളി പറഞ്ഞ റെഡ് ഷർട്ട് ഇട്ട് അവനാണെങ്കിലോ അവിടെയുള്ള എല്ലാ കാര്യങ്ങളും വീഡിയോ എടുക്കാണ്. അതിലൊരു അപ്പൂവനാണെങ്കിലോ കുറെ ദൂരം സഞ്ചരിച്ചിട്ട് ഈ ഒരു കാട് കഴിഞ്ഞ് വരുമ്പോൾ കുറെ ദൂരെയായിട്ട് ഒരു മലയുടെ അടുത്ത് ഒരു ബിൽഡിങ്ങിനെ കാണുന്നതും അത് കണ്ട് പെട്ടെന്ന് ഞെട്ടി വീണ്ടും തിരിച്ച് ട്രെയിനിലേക്ക് ഓടി വരാണ്. ഓടി വന്നിട്ടാണ് അന്നത്തെ ആ ഒരു അപ്പൂപ്പന്റെ കയ്യിലിരുന്ന ഒരു ന്യൂസ് പേപ്പർ ഉണ്ട്, അതെടുത്ത് കാണിച്ചിട്ട് ദേ ഇതിൽ കാണിക്കുന്ന ഈ ഒരു ബിൽഡിംഗ് ഉണ്ടോ, ഈ ഒരു ബിൽഡിംഗ് 2026 പൂർണ്ണമായിട്ടും നിർമ്മിച്ച് തീരാൻ പോകുന്നത്. പക്ഷേ ഞാനിപ്പോ ആ ഒരു ബിൽഡിംഗ് നേരിട്ട് കണ്ടു. അതുപോലെ ഇപ്പൊ കെട്ടി തീർന്നത് പോലെയല്ല, അത് കെട്ടിത്തീർന്നിട്ട് ഒരുപാട് വർഷം കഴിഞ്ഞതുപോലെ. അതുമല്ലാതെ ഒരുത്തനാണെങ്കിൽ ഒരു ജ്യൂസ് ക്യാൻ കണ്ടുപിടിച്ചിരുന്നല്ലോ, അതിലാണെങ്കിൽ മാനുഫാക്ചറിങ് ഡേറ്റ് അത് 2026 കാണിച്ചിരിക്കുന്നത്. അതേസമയം തന്നെ ഇവരുടെ കൂട്ടത്തില് ഒരു ബയോളജിസ്റ്റ് ഉണ്ട്. അവനാണെങ്കിൽ ഒരു ചെടി എടുത്തിട്ട് ഇത് ജനറ്റിക്കലി മോഡിഫൈ ചെയ്ത ഒരു ചെടിയാണ്. ഈ ഒരു രീതിയിൽ ഒരിക്കലും ടെക്നോളജി ഇപ്പോഴും വളർന്നിട്ടില്ല. അങ്ങനെ വളരണമെന്നുണ്ടെങ്കിൽ ഇനിയും ഏകദേശം വർഷങ്ങളെടുക്കും. അങ്ങനെയാണെങ്കിൽ ഇതെല്ലാം വെച്ച് നോക്കുമ്പോൾ നമ്മൾ 30 വർഷം ഫ്യൂച്ചറിലേക്കാണ് വന്നിട്ടുള്ളത് എന്നിങ്ങനെ പറയുമ്പോഴത്തേക്കാണ് എല്ലാവരും പെട്ടെന്ന് പേടിക്കാൻ തുടങ്ങും. വേറെ ഒന്നും കൊണ്ടല്ല, ഇത്രയും വർഷം മുന്നിൽ വന്നെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. കഴിക്കാൻ ആഹാരവും വെള്ളവും ഇല്ലാന്നുണ്ടെങ്കിൽ പിന്നെ എന്തിനു ജീവിച്ചിട്ട്. അതുപോലെ ഈ കമ്പാർട്ട്മെന്റിലാണെങ്കിലോ ഒരുപാട് പേരുണ്ട്. അങ്ങനെ അത് കഴിയുമ്പോഴത്തേക്ക് നമ്മുടെ ശിരഹാമോ ആ ഒരു കമ്പാർട്ട്മെന്റിന്റെ മുകളിലായിട്ട് ഒരു പ്ലാസ്റ്റിക് കവറുണ്ട്, അത് വലിയ രീതിയിൽ വിരിക്കുകയാണ്. എന്തിനാണെന്ന് വെച്ചാൽ മഴ പെയ്ത് കഴിഞ്ഞാൽ അതിൽ വെള്ളം ശേഖരിക്കാന്ന് പറഞ്ഞിട്ട്. പക്ഷേ ഈ ഒരു സ്ഥലത്ത് എപ്പോഴാണ് മഴ പെയ്യുന്നത് എന്നുപോലെ കറക്റ്റ് ആയിട്ട് ഇവർക്ക് അറിയത്തില്ല. അതുകൊണ്ട് ഇതൊരു കാടല്ലേ, എവിടെയെങ്കിലും വെള്ളം ഉണ്ടാവും, അതന്വേഷിച്ച് പോവാന്ന് പറഞ്ഞിട്ട് നമ്മുടെ നോയ, ശിരഹാമോ, ഹട്ടാനോ പിന്നെ ആ ഒരു ബയോളജിസ്റ്റ് ഉണ്ടല്ലോ അവനെ വിളിച്ചിട്ട് പോവാണ്. കാരണം അവനാണെങ്കിൽ ഈ മരം
ചെടി ഇതിനെപ്പറ്റിയുള്ള കൂടുതൽ കാര്യങ്ങൾ അറിയാം. അങ്ങനെ ഇവർ ഒരുപാട് ദൂരം അന്വേഷിച്ച് പോകുന്ന സമയത്താണ് നമ്മുടെ നോയ ഇപ്പോൾ പെട്ടെന്നൊരു തവളയെ കാണുന്നത്. തവളയെ കാണുമ്പോഴത്തേക്കും ആ ഒരു സ്ഥലം തൊട്ട് നോക്കുമ്പോൾ അവിടെ ചെറിയ രീതിയിൽ നനവുണ്ട്. അങ്ങനെയാണെങ്കിൽ ഈ തവളകളും മറ്റു കൂടുതലായിട്ടുള്ളത് ഈ വെള്ളമുള്ള സ്ഥലങ്ങളിലായിരിക്കും. അങ്ങനെയാണെങ്കിൽ ഇവിടെ അടുത്തായിട്ട് തന്നെ വെള്ളം ഉണ്ടാവുമെന്ന് പറഞ്ഞിട്ട് ഇവർ കുറെ ദൂരം നടന്നു ചെല്ലുമ്പോൾ ഒരു വലിയ മല, നല്ല ഉയരമുണ്ട്. അതിന്റെ താഴെയായിട്ട് വെള്ളം ഇങ്ങനെ ചെറുതായിട്ട് ഇറ്റിട്ട് വീഴുന്നുണ്ട്. പക്ഷെ അത് ഇവർക്ക് കളക്ട് ചെയ്തെടുക്കാനായിട്ട് കഴിയത്തില്ല. ഒരുപക്ഷെ ഈ ഒരു മലയുടെ മുകളിൽ വെള്ളം തങ്ങി നിൽക്കുന്നുണ്ടാവാം. അവർ പറയും, ശരി, നമുക്കിപ്പോൾ ഇതിന് മുകളിലേക്ക് കയറണമെന്നുണ്ടെങ്കിൽ കയറോ അങ്ങനെ എന്തെങ്കിലും വേണം, തിരിച്ച് നമുക്ക് കമ്പാർട്ട്മെന്റിലേക്ക് പോയിട്ട് അവിടെ നിന്ന് എന്തെങ്കിലും എടുത്തിട്ട് വരാം എന്ന് പറഞ്ഞ് ഇവരെല്ലാവരും തിരിച്ചു പോകുന്ന സമയത്താണ് ആ ഒരു കമ്പാർട്ട്മെന്റിൽ ഈ വായിലെ പല്ലിളകാറായിട്ട് നിൽക്കുന്ന ഒരാളുണ്ട്. അപ്പോൾ അയാൾ എന്ത് ചെയ്യുന്നത് വെച്ചാൽ ഈ ഒരു കാടിനകത്തേക്ക് പോയി ഒരുപാട് ഇങ്ങനെ സെർച്ച് ചെയ്യുന്ന സമയത്താണ് ഒരുപാട് വാട്ടർ ബോട്ടിലുകളൊക്കെ കിട്ടുന്നത്. അങ്ങനെ അതും എടുത്ത് ഇയാൾ നേരെ കമ്പാർട്ട്മെന്റിലേക്ക് വരുന്നതും അവിടെയുള്ള എല്ലാവർക്കും സന്തോഷമായി. എല്ലാവരും ഓടി വന്ന് വെള്ളം എടുക്കാനായിട്ട് വരുമ്പോൾ അയാൾ പെട്ടെന്ന് പറയും, ഏയ് ഇതാരും തൊട്ട് വരുത്, ഇത് ഞാൻ എടുത്തുകൊണ്ട് വന്ന വെള്ളമാണ്. ആർക്കെങ്കിലും ഇത് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കയ്യിലുള്ള എന്തെങ്കിലും എനിക്ക് തരണം, അങ്ങനെയാണെങ്കിൽ വെള്ളം ഞാൻ നിങ്ങൾക്ക് തരാം എന്ന് പറയുമ്പോൾ ഇത് കേട്ട് നമ്മുടെ നോയെ പെട്ടെന്ന് അയാളെ പിടിച്ച് താഴെ കിട്ടിട്ട് ഇത്രയും വലിയൊരു സ്ഥലത്ത് വന്ന് പെട്ടുപോയി. അപ്പോഴാണ് ഇയാൾ സെൽഫിഷായിട്ട് പെരുമാറുന്നത്. മര്യാദയ്ക്ക് എല്ലാവർക്കും വെള്ളം കൊടുത്തു, ഇല്ലാന്നുണ്ടെങ്കിൽ ഞങ്ങളിൽ നിന്ന് ഒറ്റയ്ക്ക് ഈ ഒരു കാടിനുള്ളിൽ ജീവിക്കേണ്ടി വരും എന്ന് പറയുമ്പോൾ അയാൾ സോറി എന്നെല്ലാം പറഞ്ഞിട്ട് വെള്ളം ഷെയർ ചെയ്തിങ്ങനെ കൊടുക്കുകയാണ്. അതുകൊണ്ട് തന്നെ എല്ലാവരും നല്ലതുപോലെ കുടിക്കുന്നുണ്ട്. വെള്ളത്തിന്റെ വില എന്താണെന്ന് തന്നെ ഇവരിപ്പോഴാണ് മനസ്സിലാക്കുന്നത്. ഓക്കെ, ഈ ഒരു ബോട്ടിൽ വെള്ളം വെച്ചിട്ട് എന്തായാലും ഒരുപാട് നാൾ പിടിച്ചു നിൽക്കാൻ കഴിയത്തില്ല. അതുകൊണ്ട് ഇനിയും വെള്ളം വേണം. അതുകൊണ്ട് ആ ഒരു മലയുടെ മുകളിലേക്ക് കയറാൻ വേണ്ടിയിട്ട് കയറും മറ്റു കാര്യങ്ങളെല്ലാം എടുത്ത് നമ്മുടെ ശിരഹാമം ഉണ്ടല്ലോ, അവൻ ഈ മലയുടെ സൈഡിലായിട്ട് ശിഖരങ്ങളൊക്കെ ഉണ്ടല്ലോ അതിലേക്ക് കയറെറിഞ്ഞ് പതിയെ മുകളിലേക്ക് ഇങ്ങനെ കയറാണ്. അങ്ങനെ അവനായാലും ഒരു വിധത്തിലേക്ക് കഷ്ടപ്പെട്ട് മുകളിലേക്ക് ചെന്ന് നോക്കുമ്പോൾ എന്തായാലും ഭാഗ്യത്തിന് അവിടെ വെള്ളമുണ്ട്. പക്ഷേ അതോടെ തന്നെ അവൻ മറ്റൊരു കാര്യം കൂടി കാണുന്നുണ്ട്. ആ മലയുടെ മുകളിൽ നിന്ന് നോക്കുമ്പോൾ മൊത്ത ജപ്പാൻ നാടും ഇപ്പോൾ കാട് പിടിച്ചു കിടക്കാണ്. ഈ ഒരു കാര്യം ട്രെയിനിലുള്ള എല്ലാവരോടും പറയുകയും ചെയ്യുന്നു. അപ്പോൾ എന്താണ് ഇതിലൂടെ മനസ്സിലാവുന്നത്? ഇപ്പോൾ നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്ന ഈ ഒരു ഭൂമി 30 വർഷം കഴിഞ്ഞാൽ ഒരു വലിയ കാടായിട്ട് മാറും. ഇവിടെ ജീവിച്ചിരിക്കുന്നവരെല്ലാം മരിച്ചു പോവുകയും ചെയ്യും. അതെങ്ങനെയാണ് സംഭവിച്ചത്? എല്ലാവരും എങ്ങനെയാണ് മരിച്ചത്? വൈറസോ വേറെ എന്തെങ്കിലും ആയിരിക്കോ? ആർക്കും അറിയാൻ കഴിയുന്നില്ല. അങ്ങനെ അത് കഴിഞ്ഞ് കാണിക്കുമ്പോൾ ആ ഒരു പല്ലിളക്കാൻ പറ്റുന്ന ആ ഒരു അപ്പൂപ്പനുണ്ടല്ലോ, അയാൾ പെട്ടെന്ന് ആരെയും ഒരാളിങ്ങനെ കാണുകയാണ്. അങ്ങനെ അയാളെ കാണുന്നത് അയാളുടെ പുറകെ തന്നെ ഫോളോ ചെയ്ത് ഇങ്ങനെ പോവുകയും ചെയ്യുന്നു. പക്ഷെ ആ ഒരാളാണെങ്കിലോ എവിടെയും നിൽക്കാതെ ഓടുകയാണ്. ഇയാൾ പുറകെ നിന്നിട്ട് നിന്നെല്ലാം പറയുന്നുണ്ട്. പക്ഷെ അയാൾ രക്ഷപ്പെട്ട് പോകുന്നതും ഈ ഒരു അപ്പൂപ്പൻ നേരെ തിരിച്ചു വന്നിട്ട് നമ്മളല്ലാതെ ഇതിനകത്ത് വേറൊരാളുണ്ടെന്ന് പറഞ്ഞിട്ട് അയാളെ ഞാൻ കണ്ടു എന്നെല്ലാം ഇവരോട് പറയുമ്പോൾ ആ ഒരു കാര്യം ആരും അങ്ങനെ വിശ്വസിക്കത്തില്ല. കാരണം ആ ഒരു വെള്ളം കൊടുക്കാനായിട്ട് നിൽക്കുന്ന സമയത്ത് തന്നെ ഇയാൾ ഒരുപാട് പ്രശ്നം ഉണ്ടാക്കിയല്ലോ. അതുകൊണ്ട് ഇയാളോട് വലിയ കാര്യമില്ല ആർക്കും. അങ്ങനെ എല്ലാവരും ആകെ ടെൻഷനായിട്ട് ഇനിയിപ്പോൾ എന്ത് ചെയ്താലും ചെയ്യാൻ നിൽക്കുന്ന സമയത്താണ് പെട്ടെന്ന് അവിടേക്ക് മഴ പെയ്യുന്നു. മഴ പെയ്യുന്നതും എല്ലാവർക്കും നല്ല സന്തോഷമായി. കാരണം കുടിക്കാൻ ഇത്തിരി വെള്ളമെങ്കിലും കിട്ടുമല്ലോ, അത് തന്നെയാണ് ആശ്വാസം. ഓക്കെ, എന്തായാലും വെള്ളം കിട്ടി. ഇനി കഴിക്കാൻ എന്തെങ്കിലും ആഹാരം വേണം. അതുകൊണ്ട് തന്നെ ചുറ്റിലുള്ള മരങ്ങളിലും അതേപോലെ തന്നെ ചെറിയ പഴങ്ങളുണ്ടാവും. ഇതിലെല്ലാം ആ ഒരു ബയോളജിസ്റ്റ് ഉണ്ടല്ലോ, അയാൾ നോക്കിയിട്ട് ഇത് കഴിക്കാൻ ഏതാണ് നല്ലത് എന്നെല്ലാം തിരഞ്ഞു പിടിച്ച് ഓരോരുത്തർക്കായിട്ട് ഇങ്ങനെ പറഞ്ഞു കൊടുക്കുന്നു. അങ്ങനെ ഇതനുസരിച്ച് എല്ലാവരും പല വഴിക്കായിട്ട് പഴങ്ങളെല്ലാം അന്വേഷിക്കാനായിട്ട് പോവാണ്. അപ്പോൾ നമ്മുടെ ഹട്ടാനയുടെ കൂടെ റീന എന്ന് പറഞ്ഞ ഒരു പെണ്ണുണ്ട്. അവളിപ്പോൾ എന്തോ ഒരു ചെറിയ ബെറി കണ്ടിട്ട് അതെടുത്ത് ഇത് കഴിക്കാൻ കൊള്ളാം എന്നാണ് ആ ഒരു ബയോളജിസ്റ്റ് പറഞ്ഞത് എന്നും പറഞ്ഞ് ഹട്ടാനയുടെ കയ്യിൽ കൊടുക്കുമ്പോൾ അവളെടുത്ത് കഴിച്ചു നോക്കുന്നതും പെട്ടെന്ന് മയങ്ങി താഴെ വീഴാണ്. സത്യത്തിൽ അതിൽ വിഷാംശം ഉണ്ടായിരുന്നു. പക്ഷെ അവൾ കുറച്ച് കഴിച്ചത് കൊണ്ട് വലിയ കുഴപ്പമൊന്നുമില്ല. അവൾ മയക്കം തെളിഞ്ഞിട്ട് ഇപ്പോൾ വീണ്ടും നോർമൽ ആയിട്ടുള്ള അവസ്ഥയിലേക്ക് വരികയാണ്. അത് കഴിഞ്ഞിട്ട് എല്ലാവരും ഈ ഒരു മുളയെല്ലാം വെട്ടിക്കൊണ്ടുവന്നിട്ട് അത് ഗ്ലാസ് പോലെയാക്കി മാറ്റുന്നു. കത്തിക്ക് പകരം ക്രെഡിറ്റ് കാർഡ് ഉണ്ടല്ലോ അത് പാറയിൽ ഉരച്ച് നല്ല മൂർച്ച കൂട്ടിയെടുക്കുന്നു. പിന്നീട് ഇവർ കൊണ്ടുവന്ന പഴങ്ങളും മറ്റു കാര്യങ്ങളെല്ലാം സൂപ്പ് പോലെ ആക്കി വെള്ളവും തീയെല്ലാം വെച്ച് അതിങ്ങനെ കുടിക്കുകയാണ്. അതേസമയമാണ് നമ്മുടെ നോയെ നോക്കുമ്പോൾ അവൻ കഴിക്കുന്നതിന് മുന്നേ തന്നെ അതിൽ ഒരു ബെറി ഇങ്ങനെ കാണുന്നു. ഇതാണ് നമ്മുടെ ഹട്ടാന കഴിച്ച് ബോധം പോയത്, അതിൽ വിഷമുണ്ട്. ഇത് കാണുന്നത് അവൻ പെട്ടെന്ന് പറയും, ആരും ഇത് കഴിക്കരുത്, അതിൽ ആ ഒരു വിഷം അടങ്ങിയ ബെറി ഉണ്ടെന്ന് ഇങ്ങനെ പറയുമ്പോൾ അതിലൊരുത്തം മാത്രം അത് പൂർണ്ണമായിട്ട് കഴിയുകയും ചെയ്തു. പക്ഷേ അവന് വലിയ കുഴപ്പമില്ല. അപ്പോൾ ഇത് നമ്മളെ ബയോളജിസ്റ്റ് നോക്കിയിട്ടാണ് പറയുന്നത്, ഏയ് ഇത് കുഴപ്പമില്ല, ഇതിൽ വിഷാംശമില്ല. പക്ഷെ ഈ ഒരു 2 ബെറികളും കണ്ടു കഴിഞ്ഞാൽ ഒരേപോലെയാണ് ഉള്ളത് എന്നിങ്ങനെ പറയുമ്പോഴത്തേക്കും നമ്മുടെ നോയ അപ്പോഴേ മനസ്സിലാക്കും ആരോ ഒരാൾ ഇവരെ കൊല്ലാൻ വേണ്ടി മനഃപൂർവ്വം ഇതിൽ ആ ഒരു ബെറി ഇട്ടതാണ്. പക്ഷെ അത് മാറിപ്പോയി. അങ്ങനെയാണെങ്കിൽ ഇവരുടെ കൂട്ടത്തിൽ ഇപ്പോൾ ആരാണ് മിസ്സായിട്ടുള്ളത് എന്ന് നോക്കുമ്പോൾ ആ ഒരു അപ്പൂപ്പനുണ്ടല്ലോ അയാളാണ് മിസ്സായിട്ടുള്ളത്. അപ്പോൾ അവൻ തന്നെയാണ്. അപ്പോൾ ആ ഒരു അപ്പൂപ്പനെ നമുക്ക് എന്തായാലും ഒരു പേരിടാം, ഷാന്ന്. അപ്പോൾ ഷാ എന്ന് പറഞ്ഞ ആ ഒരു അപ്പൂപ്പനാണ് ഇവരെല്ലാവരെയും കൊല്ലാൻ ശ്രമിച്ചതെന്നും പറഞ്ഞിട്ട് എല്ലാവരോടും പറയുന്നതും. അങ്ങനെ അടുത്ത ദിവസം ആവുന്നതും ശിരകാമ ഇപ്പോൾ എല്ലാവരോടും പറയും, ശരി ഈ ഒരു സ്ഥലത്തിന്റെ പ്രത്യേകതയെല്ലാം വെച്ചിട്ട് ഇവിടെ അടുത്തായിട്ട് എന്തായാലും ഒരു നദി ഉണ്ടാവാനൊരു ചാൻസ് ഉണ്ട്. ഞാനും നോയയും പിന്നെ ആ ഒരു ബയോളജിസ്റ്റും ഞങ്ങൾ 3 പേര് പോയിട്ട് അത് കണ്ടുപിടിച്ചിട്ട് വരാമെന്നും പറഞ്ഞ് എല്ലാവരോടും പറയുമ്പോൾ എല്ലാവർക്കും നല്ല സന്തോഷമായി. അങ്ങനെ ഇവർ 3 പേരും ആ ഒരു റിവർ അന്വേഷിച്ച് കാടിനുള്ളിലേക്ക് നടന്നു പോകുന്നു. അങ്ങനെ പോകുന്ന സമയത്താണ് ഏതോ ഒരുത്തൻ നമ്മുടെ ബയോളജിസ്റ്റിനെ നല്ലതുപോലെ ഇടിച്ച് താഴേക്കിട്ട് അവിടെ നിന്ന് രക്ഷപ്പെട്ട് പോകുന്നത് ഇവരിങ്ങനെ കാണും.
ഇതാരാണിപ്പോ ചെയ്തതെന്ന് ഇവർക്ക് രണ്ടുപേർക്കും മനസ്സിലാവുന്നില്ല. രണ്ടുപേരും ഓടി ആ ഒരു ബയോളജിസ്റ്റിന്റെ അടുത്തേക്ക് ചെല്ലുമ്പോൾ അവനെ ആരോ താഴേക്ക് തള്ളിയിടുന്ന സമയത്ത് വയറിൽ എന്തോ കൊണ്ട് നല്ലതുപോലെ മുറിഞ്ഞു. രക്തം ഒരുപാട് പോയിട്ട് മരിക്കാറായിട്ടുള്ള അവസ്ഥയിൽ കിടക്കാണ്. അങ്ങനെ ബയോളജിസ്റ്റിനെ നേരെ ആ ഒരു കമ്പാർട്ട്മെന്റിലേക്ക് കൊണ്ടുവന്നിട്ട്, ശരി ഇപ്പോൾ രക്തം വരുന്നത് തടയണം, വെറുതെ എന്തെങ്കിലും ഒട്ടിച്ചു വെച്ചിട്ട് കാര്യമില്ല, തൈരിട്ടേ പറ്റൂ. ഇനിയിപ്പോൾ എന്താ ചെയ്യുന്ന ആലോചിച്ച് നിൽക്കുമ്പോൾ അതിലുള്ളൊരു മുത്തശ്ശി പെട്ടെന്ന് എൻ്റെ കയ്യിൽ തുണി തയ്ക്കുന്നൊരു സൂചിയുണ്ട് എന്നിങ്ങനെ പറയുന്നതും, അത് വെച്ചിട്ട് ഇപ്പോൾ വേറെ വഴിയില്ലല്ലോ, അതുകൊണ്ട് തന്നെ അത് വെച്ച് ആ ഒരു മുറിവ് ഇവർ തൈരിടുകയാണ്. അതുമല്ല, ഇനി ആ ഒരു മുറിവിന് എന്തെങ്കിലും മരുന്ന് വെക്കണം, ഇല്ലെങ്കിൽ എന്തെങ്കിലും ഇൻഫെക്ഷൻ ആയിട്ട് അത് വലിയ പ്രശ്നമാവും. അപ്പോൾ ആ ഒരു ബയോളജിസ്റ്റിന്റെ ഒരു ബുക്കുണ്ട്, അതെടുത്ത് ഇവർ വായിച്ചു നോക്കുമ്പോൾ ഓരോ ചെടികളുടെയും പ്രത്യേകത, അതെന്തിനൊക്കെയാണ് യൂസ് ചെയ്യുന്നത് എന്നുള്ള കാര്യങ്ങളെല്ലാം അതിൽ വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ട്. അതനുസരിച്ച് എല്ലാവരും പലയിടങ്ങളിലായിട്ട് ഇങ്ങനെ തേടാണ്. എന്നിട്ട് ആ ഒരു ചെടി കണ്ടുപിടിച്ചിട്ട് അത് പിഴിഞ്ഞ് അതിന്റെ ചാറ് വെച്ച് ആ ഒരു മുറിവിൽ മരുന്നായിട്ട് വെക്കുകയും ചെയ്യുന്നു. അങ്ങനെ കുറച്ച് ദിവസം കഴിയുമ്പോഴത്തേക്കും ആ ഒരു ബയോളജിസ്റ്റ് ഇപ്പോൾ കുഴപ്പമൊന്നുമില്ല. അതുമല്ല, ഇവരെല്ലാവരും ഇപ്പോൾ പേടിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ ഇവരല്ലാതെ ഇതിന് വെളിയിൽ വേറെ ആളുകളുണ്ട്. അതുകൊണ്ട് തന്നെ എല്ലാവരും നല്ലതുപോലെ ശ്രദ്ധിക്കണം. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ആ ഒരു വയസ്സായിട്ടുള്ള ഒരു അയാളുണ്ടല്ലോ, ഷാ എന്ന് പറഞ്ഞിട്ട്, അയാൾ ഇപ്പോൾ ഇവിടേക്ക് വരുന്നതും നമ്മുടെ നോയെ പെട്ടെന്ന് ഒരു കമ്പെടുത്തിട്ടാണ് പറയുന്നത്, താനല്ലേടോ ഞങ്ങളെ കൊല്ലാൻ വേണ്ടി ആ ഒരു ബെറിയിട്ടത്. അപ്പോൾ ഷാ പറയും, ഓ അപ്പോൾ അങ്ങനെയാണല്ലേ, ഞാൻ നിങ്ങളോട് നേരത്തെ തന്നെ പറഞ്ഞു ആരോ ഒരാൾ ഇവിടെ ഉണ്ടെന്ന്. അത് നിങ്ങൾ വിശ്വസിച്ചില്ലല്ലോ. ഞാനൊരു സെക്യൂരിറ്റി കമ്പനിയിലാണ് ജോലി ചെയ്യുന്നത്. ഇതിൽ നിന്ന് എങ്ങനെ രക്ഷപ്പെടണമെന്ന് എനിക്ക് നല്ലതുപോലെ തന്നെ അറിയാം. അതുകൊണ്ട് ഞാൻ പറയുന്നത് പോലെ നിങ്ങൾ ചെയ്യണം. നമുക്ക് എല്ലാവർക്കും ആദ്യം ഈ ഒരു സ്ഥലങ്ങളിൽ ട്രാപ്പുകൾ വയ്ക്കാം. അങ്ങനെയാണെങ്കിൽ ചുറ്റിനുള്ള ആളുകളെ നമുക്ക് കണ്ടുപിടിക്കാൻ കഴിയത്തുള്ളൂ എന്ന് പറയുന്നതും അതനുസരിച്ച് എല്ലാവരും അതേപോലെ ട്രാപ്പുകളെല്ലാം ഇങ്ങനെ വിൽക്കുകയാണ്. അതേസമയം തന്നെ നമ്മുടെ നോയ ഉണ്ടല്ലോ, അവനാണെങ്കിൽ ഒരു ഹെയർ ഡ്രസ്സിംഗ് ഷോപ്പിലാണ് വർക്ക് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ അവൻ എല്ലാവരുടെയും മുടിയെല്ലാം വെട്ടിയിട്ട് ആരും ഈ കാട്ടാളന്മാരാവാതെ നോക്കുകയാണ്. അങ്ങനെ സമയവും പോയിക്കൊണ്ടിരിക്കുന്നു. ഇവരെല്ലാം വെയിറ്റ് ചെയ്തിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് ആ ഒരു ട്രാപ്പിൽ ആരോ കുടുങ്ങിയതുപോലെ ഇവരോടി അവിടേക്ക് ചെന്ന് നോക്കുമ്പോൾ അതൊരു ചെറിയ പയ്യൻ, ഏയ് മോനെ നീ എങ്ങനെ ഇതിൽ വന്നതെന്ന് ചോദിക്കുമ്പോൾ അവൻ ആ ഒരു ട്രാപ്പ് ഊരിക്കളഞ്ഞ്. അപ്പോൾ ഇവരാണെങ്കിലും നമ്മുടെ ഹട്ടാനെയും ഷിരഹാമും ഉണ്ടല്ലോ, അവർ രണ്ടുപേരും ആ ഒരു പയ്യന്റെ പുറകെ ഓടുകയാണ്. അവനാണെങ്കിൽ ഒരു ചെറിയ റിവർ എല്ലാം കഴിഞ്ഞിട്ട് ഓടി അങ്ങനെ അപ്പുറത്ത് പോയി നിൽക്കുന്നതും നമ്മുടെ ഷിരഹാമയ്ക്ക് ഇപ്പോൾ കുറച്ചുകൂടി സന്തോഷമായി. കാരണം ഇവന്റെ പുറകെ വന്നിട്ട് ഇപ്പോൾ അവസാനം ആ ഒരു റിവർ കണ്ടുപിടിച്ചല്ലോ. അതേസമയം തന്നെ ആ ഒരു പയ്യനാണെങ്കിൽ ഇവരെ നോക്കിയിട്ട്, ശരി എനിക്ക് വേണ്ടി ഇവിടെ തന്നെ വെയിറ്റ് ചെയ്യണമെന്ന് പറഞ്ഞിട്ട് അവൻ അവിടെ നിന്ന് ഓടിപ്പോവാണ്. അങ്ങനെ ഷിരഹാമോയും ഹട്ടാനെയും അവിടെ വെയിറ്റ് ചെയ്തിരിക്കുന്ന സമയത്താണ് കുറച്ച് കഴിയുമ്പോൾ നോയ് അവിടേക്ക് വരുന്നു. ഏയ് അല്ല, നിങ്ങളെന്താ ഇവിടെ വെയിറ്റ് ചെയ്തിരിക്കുന്നത് എന്ന് പറയുമ്പോൾ ഒരു പയ്യൻ ഞങ്ങളെ കണ്ടു, അവനാണെങ്കിൽ വെയിറ്റ് ചെയ്യാൻ പറഞ്ഞ് പോയേക്കുവാണ്. തിരിച്ചു വരുമെന്ന് പറഞ്ഞ് ഇവർ മൂന്നുപേരും അവിടെ തന്നെ വെയിറ്റ് ചെയ്യുമ്പോൾ രാത്രിയാവുന്ന സമയത്ത് ആ ഒരു പയ്യൻ തിരിച്ചു വരുന്നു. എന്നിട്ട് അവൻ പറയും, ശരി എൻ്റെ പുറകെ വാന്ന് പറഞ്ഞ് ഇവരെയും വിളിച്ച് കുറേ ദൂരം ഇങ്ങനെ നടന്നു പോവാണ്. പോകുമ്പോൾ എന്താണെന്ന് വെച്ചാൽ ആ ഒരു റിവറിൻ്റെ അടുത്തായിട്ട് തന്നെ കുറച്ച് ദൂരെ ഒരു വലിയ ഗ്രാമം പോലെ തന്നെയുണ്ട്. അതുമല്ല, കുറച്ച് ദൂരെയായിട്ട് ഒരു ട്രെയിനിൻ്റെ കമ്പാർട്ട്മെൻറ്റ് ഇവർ കാണുന്നുണ്ട്. വേറെ ഒന്നുമല്ല, ഇവരുടെ ആ ഒരു കമ്പാർട്ട്മെന്റ് അല്ലാതെ ആ ഒരു ട്രെയിനിൽ നിന്നും മറ്റൊരു കമ്പാർട്ട്മെന്റും മിസ്സായിട്ടുണ്ട്. അതിലെ ആളുകളാണ് ഇവിടെ ഇപ്പോൾ ജീവിക്കുന്നത്. അപ്പോൾ ഇത് കമ്പാർട്ട്മെന്റ് 2, നമ്മുടെ ഹീറോയിൻ ടീമെല്ലാം വന്നത് കമ്പാർട്ട്മെന്റ് 1. അതുകൊണ്ട് തന്നെ അവർ ഇവിടെ ഒരു ഗ്രാമം തന്നെ നിർമ്മിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ഗ്രൂപ്പിലെ ഒരു ലീഡർ ഉണ്ട്. അവൻ ഇവരെ കാണുന്നതും പറയും, ശരി ഞങ്ങളുടെ കമ്പാർട്ട്മെന്റ് ഈ ഒരു സ്ഥലത്താണ് പെട്ടുപോയത്. അതുകൊണ്ട് തന്നെ ഞങ്ങൾ ഈ ഒരു റിവർ കണ്ടുപിടിച്ചു. അതേപോലെ തന്നെ അവിടെ നിന്ന് മീൻ പിടിച്ചിട്ട് ആഹാരമാക്കി. അതേപോലെ ഞങ്ങളുടെ കൂട്ടത്തിൽ ബിൽഡിംഗ് എല്ലാം കെട്ടാൻ കഴിയുന്ന ഒരാളുണ്ട്. അവനാണെങ്കിൽ ഈ ഒരു സ്ഥലങ്ങളെല്ലാം നിർമ്മിച്ചു. ഒരു മനുഷ്യന് ജീവിക്കാൻ കഴിയുന്ന എല്ലാ സൗകര്യങ്ങളും ഇവിടെയുണ്ട്. അതിലാണ് ഇപ്പോൾ ഞങ്ങൾ എല്ലാവരും ജീവിച്ചു പോകുന്നത്. അതേസമയം ഇവിടെ നിന്ന് ഉയരത്തിനിങ്ങനെ വരുന്നത് നമ്മുടെ നോയ പെട്ടെന്ന് അവനെ കണ്ടിട്ട്, ഡേയ് നീയല്ലേടാ ഞങ്ങളുടെ ബയോളജിസ്റ്റിനെ താഴേക്ക് തള്ളിയിട്ട് അവനിപ്പോൾ മരിക്കാനായിട്ടുള്ള അവസ്ഥയിലായിരുന്നു, ഒരു വിധത്തിലാണ് രക്ഷപ്പെട്ടത് എന്നെല്ലാം പറയുമ്പോൾ അവൻ ഇവനോട് സോറി എല്ലാം ചോദിച്ചിട്ടാണ്, സോറി എനിക്കറിയത്തില്ലായിരുന്നു നിങ്ങൾ ആ ഒരു കമ്പാർട്ട്മെന്റിൽ ഞങ്ങളെപ്പോലെ തന്നെ ഇവിടെ വന്ന് പെട്ടവരായിരുന്നു, ഞാൻ അറിയാതെയാണ് ചെയ്തതെന്ന് പറയുമ്പോൾ നമ്മുടെ ഹട്ടാനെ പെട്ടെന്ന് ആ ഒരു ലീഡറിനോട് ചോദിക്കും, അല്ല സത്യത്തിൽ ഇവിടെ എന്താ സംഭവിക്കുന്നത് എന്നിങ്ങനെ ചോദിക്കുന്നത്. ഞങ്ങൾ ഇവിടെ പെട്ടതിന് ശേഷം 4ാമത്തെ ദിവസം ആ ഒരു റിവറിന്റെ സൈഡിലായിട്ട് ഞാനൊരു ബോട്ട് കണ്ടുപിടിച്ചിരുന്നു. അതുമല്ല, ആ ഒരു ബോട്ടിലെ ഒരു റേഡിയോ ഉണ്ടായിരുന്നു. അതുവഴി സിഗ്നൽ വെച്ചിട്ട് ഞാൻ ഒരാൾ സംസാരിക്കാൻ ശ്രമിക്കുമ്പോൾ കാനഡയിൽ നിന്നും എനിക്കൊരു സിഗ്നൽ കിട്ടി. അതിലുള്ളവർ എന്നോട് പറഞ്ഞത് അവരിപ്പോൾ ഉള്ളത് 2060 വർഷത്തിലാണെന്നാണ്. അങ്ങനെയാണെങ്കിൽ നമ്മളെല്ലാവരും 2023 നിന്നും 2060 ഇപ്പോൾ വന്നിട്ടുള്ളത്. അതുമല്ലാതെ മറ്റൊരു കാര്യം കൂടി ഞാൻ മനസ്സിലാക്കി, 2023 കഴിഞ്ഞ് 3 വർഷത്തിന് ശേഷം ആകാശത്ത് നിന്ന് ഒരു വലിയ ഉൽക്ക ഭൂമിയിലേക്ക് പസഫിക് സമുദ്രത്തിലേക്ക് പതിച്ച് വലിയൊരു സുനാമി തന്നെ വന്ന് നമ്മുടെ നാടായിട്ടുള്ള ജപ്പാൻ അല്ലാതെ ഈ ഭൂമിയിലുള്ള പല സ്ഥലങ്ങളും നശിച്ചുപോയി. അത് കാരണം ഉണ്ടായ ആ ഒരു പുക കാരണം സൂര്യവെളിച്ചം ഭൂമിയിലേക്ക് പതിക്കാതെയായി. അതുകൊണ്ട് തന്നെ കൃഷി ചെയ്യാനോ ഒന്നും കഴിയാതെ ബാക്കിയുള്ള ജനങ്ങളും ഒരുപാട് പേര് മരിക്കുകയാണ് ചെയ്തത്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഈ 2060 കുറച്ച് ജനങ്ങൾ മാത്രമേ ഈ ഒരു ഭൂമിയിൽ അവശേഷിക്കുന്നുള്ളൂ. അവരുടെ കയ്യിലും വലിയ രീതിയിലുള്ള ടെക്നോളജി ഒരിക്കലും ഉണ്ടാകത്തില്ല. ഒരു വിധത്തിൽ ആ ഒരു ഉൽക്ക വന്ന് പതിക്കാനായിട്ട് നമ്മൾ ഒരു കാരണക്കാരാണ്. കാരണം നമ്മുടെ കാലഘട്ടത്തിൽ നമ്മൾ അന്തരീക്ഷത്തിലേക്ക് ഒരുപാട്
സാറ്റലൈറ്റുകളെല്ലാം വിട്ടിട്ടുണ്ട്. അതിൽ ചിലത് വർക്കാവാതെ അത് അവിടെ തന്നെ ഇങ്ങനെ ചുറ്റി നടക്കാണ്. അതിലൊരു സാറ്റലൈറ്റിലെ ഈ ഒരു ഉൽക്ക വന്ന് ഇടിച്ച് അതിന്റെ ഡയറക്ഷൻ മാറിയാണ് ഭൂമിയിലേക്ക് വന്ന് പതിച്ചത്. അതുമല്ല 2023 ആ ഒരു ട്രെയിനിൽ സഞ്ചരിച്ച നമ്മളെല്ലാവരും 2060 ഫ്യൂച്ചറിലേക്ക് വരണമെന്നുണ്ടെങ്കിൽ അതിനെന്തായാലും ഒരു കാരണം ഉണ്ടാവും. അതുകൊണ്ട് തന്നെ ഇപ്പോൾ പ്രധാനമായിട്ട് ചെയ്യേണ്ടത് നമ്മളെല്ലാവരും നമ്മുടെ ടൈം ലൈനിലേക്ക് തിരിച്ചു പോയിട്ട് ഈ വരാൻ പോകുന്ന ആ ഒരു ആപത്ത് അത് തടയുക എന്നുള്ളത് മാത്രമാണ്. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ഫ്യൂച്ചറിന് ഒരു കുഴപ്പം ഉണ്ടാവത്തില്ല എന്ന് അയാൾ ഇങ്ങനെ പറയുന്നതും. അടുത്തത് ഇവരെല്ലാവരും തിരിച്ച് കമ്പാർട്ട്മെന്റ് 1 വന്നിട്ട് അവിടെയുള്ള എല്ലാവരോടും ആ ഒരു റിവർ കണ്ടുപിടിച്ച കാര്യത്തെ പറ്റി പറയുന്നതും എല്ലാവർക്കും നല്ല സന്തോഷമായി. അതുമല്ല കമ്പാർട്ട്മെന്റ് 2 നമ്മളെ പോലെ തന്നെ ഒരുപാട് പേര് അവിടെയുണ്ടെന്ന് പറയുന്നതും. അത് കഴിഞ്ഞിട്ട് നമ്മുടെ ഷിരഹാമ, ഹട്ടാന ഇവരെല്ലാവരും ആ ഒരു റിവറിനടുത്തായിട്ട് ഇങ്ങനെ സംസാരിക്കുന്ന സമയത്താണ് ഒരു പച്ച നിറത്തിലെ ഒരു കല്ല് ഇവർക്ക് കിട്ടുന്നത്. അപ്പോഴേക്കും നോയ പറയും, ശരി ഇതെന്തായാലും നമുക്ക് യൂസ് ആവും, ഇപ്പോൾ എടുക്കണ്ട, ഇവിടെ തന്നെ വെച്ചേക്കാന്ന് പറഞ്ഞിട്ട് ആ ഒരു കല്ല് മൂടാൻ വേണ്ടി അതിന്റെ മുകളിലായിട്ട് മറ്റു ചില കല്ലുകളൊക്കെ ഇങ്ങനെ എടുത്തു വയ്ക്കുകയാണ്. പക്ഷെ അവിടെയാണ് ഒരു ചതിയനുള്ളത്. ഷാ എന്ന് പറഞ്ഞ ആവർത്തനുണ്ടല്ലോ, അയാൾ ഈ ഒരു കാര്യം എങ്ങനെയോ ഒളിഞ്ഞു കേട്ടിട്ട് ഇത് കമ്പാർട്ട്മെന്റ് 2 ആ ഒരു ലീഡറിനോട് ചെന്ന് പറയും ഇതേപോലെ ഒരു പച്ച കല്ലുണ്ടെന്നും അത് അവര് ഒളിപ്പിച്ച് വെച്ചേക്കാണ്. അവിടെ നിന്ന് എന്തൊക്കെ കാര്യങ്ങൾ കിട്ടുന്നോ അതെല്ലാം ഇവിടെ വന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞുതരാം, അതിന് പകരം എനിക്ക് കഴിക്കാനായിട്ട് ആഹാരം മാത്രം മതി എന്ന് പറയുമ്പോൾ ആ ഒരു ലീഡറും അതിനെ സമ്മതിക്കുകയും ചെയ്യുന്നു. അങ്ങനെ ഈ ഒരു ലീഡർ ആണെങ്കിലും തൻ്റെ ആളുകളോട് കമ്പാർട്ട്മെന്റ് 1 ചെന്നിട്ട് അവിടെയുള്ള സ്ഥലത്ത് ആ ഒരു കല്ല് അന്വേഷിക്കാൻ പറയുന്നതും അവൻ പറഞ്ഞിട്ട ആളുകളായാലും അവിടേക്ക് വന്ന് ഈ ഒരു കല്ല് അന്വേഷിക്കുമ്പോൾ റീന ഇത് കണ്ടിട്ട് അവരോട് ചോദിക്കുന്നുണ്ട്, അല്ല നിങ്ങളെന്താ ഇവിടെ എന്താ ചെയ്യുന്നതെന്ന് ചോദിക്കുമ്പോൾ ഞങ്ങളൊരു കല്ല് അന്വേഷിക്കുകയാണ്, ഒരുപക്ഷെ ആ ഒരു കല്ല് വെച്ചിട്ട് നമ്മുടെ ടൈം ലൈനിലേക്ക് നമുക്ക് തിരിച്ചു പോകാനായിട്ട് കഴിഞ്ഞാലോ എന്നുള്ള കാര്യം പറയുമ്പോൾ നമ്മുടെ റീനയാണെങ്കിലും ആ ഒരു കല്ല് അന്വേഷിക്കാൻ തുടങ്ങാണ്. അവളുടെ പുറകെ തന്നെ ഹട്ടാനയുണ്ട്. അങ്ങനെ ഇവരായാലും അന്വേഷിച്ച് അവസാനം കല്ല് കണ്ടുപിടിക്കുന്നതിന് പകരം ഏതോ ഒരാളെ കൊന്ന് കുഴിച്ചിട്ടേക്കുന്നതാണ് കാണുന്നത്. അതുമല്ലാതെ കമ്പാർട്ട്മെന്റ് 2 ആ ഒരു പയ്യന്മാരുണ്ടല്ലോ, അവരെല്ലാം കൂടി ഇവിടെ വന്നിട്ട് ഇവരെ രണ്ടുപേരെയും പിടിക്കാൻ ശ്രമിക്കുകയാണ്. അതിൽ നിന്നും നമ്മുടെ റീന മാത്രം രക്ഷപ്പെട്ട് വരികയും ചെയ്യുന്നു. എന്നിട്ട് നമ്മുടെ കമ്പാർട്ട്മെന്റിലേക്ക് വന്ന് ഇവരോട് ആ ഒരു കാര്യം പറയുകയും ചെയ്യും. അങ്ങനെ നമ്മുടെ ഷിരഹാമോയും നോയയും ഹട്ടാനെ അന്വേഷിച്ച് പോകുന്നതും ഹട്ടാന അവർ വരുന്നതിന് മുന്നേ തന്നെ അവരുടെ കയ്യിൽ നിന്ന് എങ്ങനെയോ രക്ഷപ്പെട്ടിട്ട് ആ ഒരു ലീഡർ പറഞ്ഞ ഒരു ബോട്ടുണ്ടല്ലോ, ആ ഒരു ബോട്ടിനകത്തേക്ക് കയറി ഒളിച്ചിരിക്കുകയാണ്. അങ്ങനെ നമ്മുടെ നോയയും ഷിരഹാമോയും നേരെ കമ്പാർട്ട്മെന്റ് 2 ആ ഒരു ലീഡറിന്റെ അടുത്തേക്ക് വന്നിട്ട് ഇതുപോലെ ഒരു ഡെഡ് ബോഡി ഞങ്ങൾ കണ്ടുപിടിച്ചു, അവിടേക്ക് നിങ്ങൾ ആളുകൾ വന്നിട്ട് അവർ രണ്ടുപേരും പിടിച്ചോണ്ട് പോകാനായിട്ട് ശ്രമിച്ചു, എന്താ ഇവിടെ സംഭവിച്ചേ എന്നിങ്ങനെ ചോദിക്കുമ്പോൾ അയാൾ പറയും, ഞങ്ങളുടെ ആ ഒരു കമ്പാർട്ട്മെന്റ് ഇവിടേക്ക് വന്ന ആ ഒരു സമയത്ത് ഞങ്ങളുടെ കമ്പാർട്ട്മെന്റിൽ ഒരു ക്രിമിനൽ ഉണ്ടായിരുന്നു. അവനാണെങ്കിൽ എല്ലാവരെയും കൊല്ലുന്ന രീതിയിൽ ഇവിടെ ഓരോ കാര്യങ്ങൾ ചെയ്തപ്പോൾ ഞാൻ അവനെ തടയാനേ ശ്രമിച്ചുള്ളൂ. പക്ഷേ അറിയാതെ അവന്റെ വയറിലേക്ക് കത്തി കയറി അവൻ മരിക്കുമായിരുന്നു. പക്ഷെ ഇവിടെ ഉള്ളവരോ ഞാൻ അവരെ രക്ഷിക്കുകയാണെന്ന് പറഞ്ഞിട്ട് എന്നെ ഒരു ലീഡറാക്കി മാറ്റുകയും ചെയ്യുമായിരുന്നു. അവന്റെ ശരീരമാണ് ഞങ്ങൾ അവിടെ കുഴിച്ചിട്ടിരിക്കുന്നത്, അല്ലാതെ വേറെ ഒന്നുമില്ല എന്ന് പറയുമ്പോൾ ശരി ഹട്ടാൻ എവിടെയെന്ന് ചോദിക്കുമ്പോൾ അവൾ എവിടെയാണെന്ന് ഞങ്ങൾക്ക് അറിയത്തില്ല എന്നും പറഞ്ഞിട്ട് അത് കഴിഞ്ഞ ആ ഒരു ലീഡർ നേരെ ആ ഒരു ബോർഡിനടുത്തേക്ക് ചെന്ന് അതിനകത്തേക്ക് കയറി അതിനകത്തുള്ള ഒരു റേഡിയോ ഉണ്ടല്ലോ അതുവഴി ആരോടെങ്കിലും സംസാരിക്കാണ്ട് ഇങ്ങനെ ശ്രമിക്കും. അപ്പോഴേക്കും ആ ഒരു റേഡിയോയുടെ വയറുണ്ടല്ലോ അതെല്ലാം കട്ടായിരിക്കുന്നു. ഈ ഒരു കാര്യം നമ്മുടെ ഹട്ടാന അതിനകത്ത് നിന്ന് കാണുകയും ചെയ്യുന്നുണ്ട്. ഹട്ടാൻ ഇവിടെയുള്ള കാര്യം ആ ഒരു ലീഡറിനും മനസ്സിലായി. അപ്പോഴാണ് ആ ഒരു ലീഡർ ഒരു കാര്യം പറയുന്നത്, നമ്മുടെ ടൈം ലൈനിലെ എൻ്റെ ജീവിതം വളരെ മോശമായിരുന്നു, പക്ഷെ എന്തോ ഒരു ഭാഗ്യം കൊണ്ട് നമ്മളെല്ലാവരും ഇപ്പോൾ ഫ്യൂച്ചറിലേക്ക് വന്നു. ഇവിടെ ഞാനൊരു ലീഡറാണ്, അതുകൊണ്ട് ഇവിടെ ഈ ഒരു ജീവിതം എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. ഇങ്ങനെ തന്നെ ജീവിച്ചു പോകാനാണ് എനിക്ക് താല്പര്യം. അതുമല്ല ഈ ഒരു ബോർഡിൽ നിന്നും എനിക്കൊരു ബുക്ക് കിട്ടിയിരുന്നു. ആ ഒരു ബുക്കിലാണ് നമ്മളിപ്പോൾ 2026 ഇതുപോലെ ഭൂമിക്ക് വലിയൊരു അപകടം സംഭവിക്കുന്നുള്ള കാര്യങ്ങളെല്ലാം ഞാൻ വായിച്ച് മനസ്സിലാക്കിയത്. നമ്മുടെ പാസ്റ്റിലേക്ക് തിരിച്ചുപോയി നമ്മുടെ ഫ്യൂച്ചറിനെ രക്ഷിക്കാനായിട്ട് ഞാൻ ശ്രമിച്ചു കഴിഞ്ഞാലും എൻ്റെ ജീവിതം വീണ്ടും പഴയ അവസ്ഥ തന്നെ ആയിരിക്കും. പകരം എനിക്ക് ഇവിടെ തന്നെ ഒരു രാജാവായിട്ട് ജീവിക്കണം. പക്ഷെ ഈ ഒരു കാര്യം നിന്നെ വിട്ടു കഴിഞ്ഞാൽ നീ എല്ലാവരോടും പറയും, അതുകൊണ്ട് എനിക്ക് നിന്നെ വിടാൻ കഴിയത്തില്ല എന്ന് പറഞ്ഞ് ആ ഒരു ബോട്ടിനകത്ത് വെച്ച് തന്നെ അവളെ ലോക്ക് ചെയ്തിട്ട് സൗണ്ട് കേൾക്കാത്ത രീതിയിൽ ഡോർ അടച്ച് അയാൾ അവിടെ നിന്ന് പോവുകയും ചെയ്യുന്നു. അതേസമയം ഇവിടെ കമ്പാർട്ട്മെന്റ് 1 കമ്പാർട്ട്മെന്റ് 2 നല്ലതുപോലെ പേടിക്കുന്നുണ്ട്. അതുകൊണ്ട് ഏത് നിമിഷം ഒരു അറ്റാക്ക് പ്രതീക്ഷിക്കാം എന്നുള്ള രീതിയിൽ ഇവർ പേടിച്ച് കയ്യിൽ കിട്ടുന്ന രീതിയിൽ ആയുധങ്ങളെല്ലാം ഇങ്ങനെ റെഡിയാക്കാണ്. ഈ ഒരു കാര്യം ഷാ എന്ന് പറഞ്ഞ അവനാണെങ്കിലോ കമ്പാർട്ട്മെന്റ് 2 പറയുകയും ചെയ്യും. അപ്പൊ അവർ വിചാരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഇവർ ഈ ഒരു ആയുധങ്ങളെല്ലാം നിർമ്മിക്കുന്നു. അതുമല്ല നമ്മുടെ കയ്യിലാണെങ്കിൽ എല്ലാ സൗകര്യങ്ങളുണ്ട്, ആഹാരം, വീട്, ഇങ്ങനെയെല്ലാം. അപ്പൊ അതെല്ലാം ഒന്ന് ആക്രമിച്ച് അവർക്ക് കൈയെടുക്കാൻ വേണ്ടിയിട്ടാണ് അവരിപ്പോ ആ ഒരു ആയുധങ്ങളെല്ലാം റെഡിയാക്കുന്നത്. അതുകൊണ്ട് അവർ വെറുതെ വിടരുതെന്നും പറഞ്ഞിട്ട് ഈ ഒരു 2 കമ്പാർട്ട്മെന്റിലുള്ള ആളുകളും ചേർന്നിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നല്ലതുപോലെ ഫൈറ്റ് ഉണ്ടാക്കുകയാണ്. പക്ഷേ എങ്ങനെയോ ആ ഒരു സമയത്ത് നമ്മുടെ ഹട്ടാന ആ ഒരു ബോട്ടിൽ നിന്ന് രക്ഷപ്പെട്ടു വന്നിട്ട് ആ ഒരു ലീഡറിനെ പറ്റിയുള്ള എല്ലാ കാര്യങ്ങളും ഇവരോട് പറയും. അയാൾ നിങ്ങളെ പറ്റിക്കാണ്, അയാൾ ആരോടും കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ടില്ല, ആ ഒരു റേഡിയോയുടെ വയറെല്ലാം പൊട്ടിക്കിടക്കാണ്. അതുമല്ല ഇയാളാണെങ്കിൽ ഒരു രാജാവിനെ പോലെ നമ്മുടെ ഇടയിൽ ജീവിക്കാൻ വേണ്ടിയിട്ടാണ് ഇതെല്ലാം ചെയ്യുന്നത് എന്നിങ്ങനെ പറയുന്നതും കമ്പാർട്ട്മെന്റ് 2 ആളുകൾക്കായാലും അയാളോടൊപ്പം നല്ല ദേഷ്യമായി അവരെ പറ്റിച്ചതുകൊണ്ട്. അപ്പോൾ ആ ഒരു ലീഡറാണെങ്കിലും
അയാൾക്ക് ആ ഒരു ബോട്ടിൽ നിന്ന് കിട്ടിയ ആ ഒരു ബുക്ക് ഉണ്ടല്ലോ, അത് ഷിരഹാമയുടെ കയ്യിൽ കൊടുത്തിട്ട് ഇവിടെ നിന്നും ഇനി തിരിച്ചു പോകുന്നത് വളരെ പാടാണ്, അതുകൊണ്ട് എല്ലാവർക്കും ഇവിടെ സന്തോഷമായിട്ട് ജീവിക്കാം, ഇനി നിങ്ങൾക്ക് രക്ഷപ്പെട്ട് പോകണമെന്നുണ്ടെങ്കിൽ ട്രൈ ചെയ്തോ, ഒരു കുഴപ്പമില്ല എന്ന് പറയുമ്പോൾ അത് കഴിഞ്ഞ് കാണിക്കുന്നതും ഈ ഒരു കമ്പാർട്ട്മെന്റ് 1-ലുള്ള 2 പേര് ദൂരെയായിട്ട് ഒരു ബിൽഡിംഗ് കണ്ടിരുന്നല്ലോ, ആ ഒരു ബിൽഡിങ്ങിന്റെ ലക്ഷ്യമാക്കി അവരിങ്ങനെ യാത്ര ചെയ്യാണ്. അങ്ങനെ അവര് രാത്രിയില് ആ ഒരു ബിൽഡിങ്ങിന്റെ അടുത്തേക്ക് നടന്നു പോകുന്നതും ആകാശത്ത് അറോറ ലൈറ്റുകളെന്ന് പറയുമല്ലോ, അതെല്ലാം ഇങ്ങനെ കാണുന്നുണ്ട്. അതേസമയം തന്നെ താഴെ ആ ഒരു ഗ്രീൻ കളറിൽ കണ്ട ആ കല്ലുകളുണ്ടല്ലോ, അത് മൊത്തം ഇങ്ങനെ തിളങ്ങുകയും ചെയ്യുന്നു. അതേസമയം ഇവിടെ 2023 ഇപ്പോൾ കാണിക്കുമ്പോൾ ഇവിടെ ഒരു സയന്റിസ്റ്റ് ആ ഒരു 2 കമ്പാർട്ട്മെന്റുകൾ മാത്രം ആ ഒരു ട്രെയിനിൽ നിന്ന് എങ്ങനെ മിസ്സായി പോകും എന്നും പറഞ്ഞിട്ട് അവിടെ ഉള്ള ഒരു CCTV ഫുട്ടേജ് ഉണ്ടല്ലോ, അതിങ്ങനെ നോക്കുമ്പോഴത്തേക്കാണ് ആ ഒരു ഗുഹയ്ക്കകത്തായിട്ട് സ്പേസ് ടൈമിലെ ഒരു വാം ഹോള് അത് ക്രിയേറ്റ് ആയിട്ട് വരുന്നത് അവനിങ്ങനെ കണ്ടുപിടിക്കുന്നത്. അതുവഴിയാണ് ആ ഒരു 2 കമ്പാർട്ട്മെന്റും വേറൊരു റിയാലിറ്റിയിലേക്ക് പോയിട്ടുള്ളത് എന്നുള്ള രീതിയിൽ അവനൊരു കാര്യം കണ്ടുപിടിക്കുന്നു. അതേസമയം ഇവിടെ 2060 ആ ഒരു ബിൽഡിംഗ് കണ്ടുപിടിക്കാനായിട്ട് പോയല്ലോ കുറച്ച് പേര്, അവരെല്ലാവരും ഇപ്പോൾ തിരിച്ചു വരികയാണ്. കാരണം അവർക്ക് പ്രത്യേകിച്ച് അവിടെ നിന്ന് കണ്ടുപിടിക്കാൻ കഴിഞ്ഞില്ല എന്ന് തോന്നുന്നു. എന്നിട്ട് ഇവർ കണ്ട മറ്റൊരു കാര്യം പറയുന്നുണ്ട്, ഈ ഒരു ആകാശത്ത് അറോറ ലൈറ്റുകൾ വരുന്ന സമയത്ത് താഴെയുള്ള ആ ഒരു കല്ലുകൾ തിളങ്ങുന്നതായിട്ടും ആ ഒരു കാര്യം ഇവരോട് വന്നിങ്ങനെ പറയുകയും ചെയ്യും. അതുകൊണ്ട് തന്നെ ഈ ഒരു 2 കമ്പാർട്ട്മെന്റിലുള്ള എല്ലാവരും ചേർന്നിട്ട് ഇപ്പോൾ ജോലി ചെയ്യാനായിട്ട് തുടങ്ങാണ്. അതുമല്ല ആ ഒരു പച്ചക്കല്ലുണ്ടല്ലോ, അതിനെപ്പറ്റി നമ്മുടെ ഷിരഹാമോ, നോയ, ഹട്ടാന എല്ലാവർക്കും അറിയാലോ. അതുകൊണ്ട് തന്നെ അവരിപ്പോൾ മനസ്സിലാക്കുന്ന കാര്യം ആകാശത്ത് നിന്ന് ആ ഒരു ഉൽക്കയുണ്ടല്ലോ, അതിൽ നിന്നുള്ള കല്ലുകളാണ് ഈ ഒരു പച്ചക്കല്ല്. അതുമല്ലാതെ ഇവർ കെണി വെക്കുമ്പോൾ അതിലൊരു ചെറിയ പയ്യൻ കുടുങ്ങിയിരുന്നു, കമ്പാർട്ട്മെന്റ് 2-ലുള്ള ആ ഒരു പയ്യൻ. അവനൊരു കാര്യം പറയുന്നുണ്ട്, ഇവൻ ട്രെയിനിൽ വന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ആകാശത്ത് ഒരു ഉൽക്ക ഇങ്ങനെ പോകുന്നതായിട്ട് അവൻ ഇങ്ങനെ കണ്ടിരുന്നു എന്ന്. അതേസമയം ഇവിടെ 2023 ആ ഒരു സയന്റിസ്റ്റ് ഇപ്പോൾ കണ്ടുപിടിച്ച കാര്യം എല്ലാവരോടും പറയാണ്, ഈ ഒരു ട്രെയിൻ മിസ്സാവുന്ന ആ ഒരു സമയത്ത് ആകാശത്ത് ഒരു ഉൽക്ക പാസ് ചെയ്ത് പോകുന്നതായിട്ട് കണ്ടിരുന്നു എന്ന്. സത്യത്തിൽ അതൊരു സൂപ്പർ നോവ എക്സ്പ്ലോഷൻ ആണ്. ഒരുപക്ഷെ അതുകൊണ്ടായിരിക്കാം ആ ഒരു ടണലിൽ ഇതേപോലെ ഒരു പോർട്ടൽ ക്രിയേറ്റ് ആയി അവർ കാണാതായത്. അപ്പോൾ ഇതേ കാര്യം തന്നെയാണ് 2060-ലുള്ള നമ്മുടെ ഈ ആളുകൾ ഇപ്പോൾ മനസ്സിലാക്കുന്നത്. സത്യത്തിൽ ഈ ഒരു സൂപ്പർ നോവ എക്സ്പ്ലോഷൻ അതെന്താണെന്ന് വെച്ചാൽ ഈ ഒരു ആകാശത്ത് കാണുന്ന സ്റ്റാറുകളുണ്ടല്ലോ, അല്ലെങ്കിൽ നമ്മൾ ഓരോ ഗ്രഹങ്ങളെ പറയുമല്ലോ, ആ ഓരോ ഗ്രഹങ്ങളുടെ അവസാനം ഇതുപോലെ ഒരു പൊട്ടിത്തെറിയിലായിരിക്കും അവസാനിക്കുന്നത്. അതിനെയാണ് സൂപ്പർ നോവ എക്സ്പ്ലോഷൻ എന്ന് പറയുന്നത്. ആ ഒരു സമയത്താണെങ്കിലോ അവിടെ ഒരു ബ്ലാക്ക് ഹോള് ക്രിയേറ്റ് ആവും. അങ്ങനെ ആ ഒരു ബ്ലാക്ക് ഹോൾ ക്രിയേറ്റ് ആകുമ്പോഴത്തേക്കും സ്പേസ് ടൈമിൽ അതൊരുപാട് മാറ്റങ്ങളും കൊണ്ടുവരും. അങ്ങനെയാണ് ഈ ഒരു ടണലിലും ആ ഒരു പോർട്ടൽ ക്രിയേറ്റ് ആയിട്ട് ആ ഒരു ട്രെയിനിലെ 2 കമ്പാർട്ട്മെന്റ് 2060 പോയത്. ഓക്കെ, ഇവരെല്ലാവരും എങ്ങനെയാണ് ഇവിടെ വന്ന് പെട്ടതെന്ന് ഇവർക്ക് മനസ്സിലായി. ഇനി എങ്ങനെ രക്ഷപ്പെടണം എന്നാണ് കണ്ടുപിടിക്കേണ്ടത്. അങ്ങനെ ഇരിക്കുമ്പോൾ അന്നത്തെ രാത്രി ഒരു വലിയ കാറ്റും മഴയായിട്ട് നല്ലതുപോലെ അങ്ങനെ വരുന്നതും വെളിയിൽ നിന്ന് കഴിഞ്ഞാൽ മരങ്ങളെല്ലാം വീണിട്ട് ആരെങ്കിലും മരിക്കാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് എല്ലാവരും ആ ഒരു കമ്പാർട്ട്മെന്റിലേക്ക് കയറിയിരിക്കുകയാണ്. അങ്ങനെ അത് കഴിഞ്ഞ് കാണിക്കുമ്പോൾ അതേസമയം തന്നെ ആ ഒരു ഷാ എന്ന് പറഞ്ഞ അയാളുണ്ടല്ലോ, അയാൾ പെട്ടെന്ന് വെളിയിൽ എന്തോ ഒരു പാവ ഉണ്ടാക്കി വെച്ചിട്ട് അതിനോട് എന്തൊക്കെയോ ഇങ്ങനെ സംസാരിക്കുകയാണ്. അതുപോലെ ഒരുപാട് നേരം സംസാരിച്ച് ആ ഒരു പാവയെ എടുത്തിട്ട് അയാൾ നേരെ ഈ ഒരു കമ്പാർട്ട്മെന്റിനുള്ളിലേക്ക് അതിന്റെ പുറകിലേക്ക് ഇങ്ങനെ നടന്നു പോകുന്നു. കാണുന്ന എല്ലാവരും ഇയാൾക്കെന്താ ഭ്രാന്ത് പിടിച്ചോ എന്ന് പറഞ്ഞിട്ട് അയാളോട് ഇങ്ങനെ പറയുന്നതും അയാളാണെങ്കിൽ നേരെ ആ ഒരു കമ്പാർട്ട്മെന്റിന്റെ ബാക്ക് ഡോറിന് അടുത്തേക്ക് ചെന്നിട്ട് അതിങ്ങനെ തുറന്നിട്ടാണ് പറയുന്നത്, ഇതുവഴി ഞാൻ ആ ഒരു ടണലിനുള്ളിലേക്ക് പോകാൻ പോവാണ് എന്നും പറഞ്ഞ് ആ ഒരു ടണലിനുള്ളിലേക്ക് കയറാനായിട്ട് നിൽക്കുമ്പോൾ അതിനകത്ത് ഇപ്പോൾ ഒരു വാം ഹോള് ക്രിയേറ്റ് ആയിരിക്കുകയാണ്. അതുമല്ല ഷാ എന്ന് പറഞ്ഞ അയാളുടെ ആ ഒരു പാവയുണ്ടല്ലോ, അതെടുത്തിട്ട് അതിലേക്ക് എറിയുന്നതും ഇത് വലിച്ചെടുത്ത് അതിനുള്ളിലേക്ക് ഇങ്ങനെ കൊണ്ടുപോവാണ്. ഇത് കാണുമ്പോൾ എല്ലാവർക്കും സന്തോഷമായി. അതുകൊണ്ട് തന്നെ ഇതുവഴിയാണ് നമ്മളെല്ലാവരും 2060 വന്നത്, അതുകൊണ്ട് തിരിച്ചും ഇതുവഴി തന്നെ പോവാന്ന് പറഞ്ഞിട്ട് അതിലൊരുത്തൻ പോകാനായിട്ട് വരുമ്പോൾ അതിലൊരുത്തൻ വന്നിട്ട് പെട്ടെന്ന് അവനെ തടയാണ്. എന്നിട്ട് പറയും, ഒരു കാരണവശാലും അങ്ങനെ ചെയ്യരുത്, ഈ ഒരു വാം ഹോൾ വഴി നമുക്ക് സാധാരണ രീതിയിൽ ഒരിക്കലും കടന്നു പോകാനായിട്ട് കഴിയത്തില്ല, നമ്മൾ അതിൽ പെട്ടുപോയി കഴിഞ്ഞാൽ തന്നെ നമ്മളെ പീസായിട്ട് അതില്ലാണ്ടാക്കും, അതുകൊണ്ട് സേഫ് ആയിട്ടുള്ള രീതിയിൽ നമുക്ക് എന്തെങ്കിലും ചെയ്യാന്ന് പറഞ്ഞിട്ട് ഇവരിപ്പോൾ മനസ്സിലാക്കുന്ന മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ ഒരു വാം ഹോൾ എങ്ങനെയാണ് ക്രിയേറ്റ് ആവുന്നതെന്ന് വെച്ചാൽ എന്തെങ്കിലും ഒരു ഭൂചലനോ അല്ലെങ്കിൽ കൊടുങ്കാറ്റ്, മഴ, ഇങ്ങനെ അതിശക്തമായിട്ടുള്ള രീതിയിൽ എന്തെങ്കിലും പ്രകൃതിയിൽ സംഭവിക്കുമ്പോഴാണ് ആ ഒരു വാം ഹോൾ ക്രിയേറ്റ് ആവുന്നത്. അതുമല്ലാതെ ഈ ഒരു വാം ഹോൾ ക്രിയേറ്റ് ആവുന്ന അതേ സമയമാണ് അവിടെയുള്ള ആ ഒരു പച്ച കല്ലുണ്ടല്ലോ, ആ ഒരു ഉൽക്ക പൊട്ടി വീണിട്ടുള്ള ആ ഒരു കല്ലുകളെല്ലാം തിളങ്ങാൻ തുടങ്ങും. അതുകൊണ്ട് അടുത്ത തവണ ഇതുപോലെ എന്തെങ്കിലും സംഭവിച്ച ആ ഒരു വാം ഹോൾ തുറന്നു വരുന്ന സമയത്ത് നമുക്ക് അതിനുള്ളിലൂടെ വെളിയിലേക്ക് പോകണം. സാധാരണ രീതിയിൽ നമ്മൾ അതിനുള്ളിലേക്ക് പോയി കഴിഞ്ഞാൽ നമ്മൾ എല്ലാവരും ഇല്ലാണ്ടാവും. അതുകൊണ്ട് നമുക്ക് എല്ലാവർക്കും ഒരു കവചം പോലെ വേണം. അതിനുവേണ്ടി ഇവരിപ്പോൾ ചിന്തിക്കുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഭൂമിക്ക് ഒരു മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടല്ലോ, ആ ഒരു മാഗ്നറ്റിക് ഫീൽഡ് ഉള്ളത് കൊണ്ടാണ് പല മോശമായിട്ടുള്ള കാര്യങ്ങളിൽ നിന്നും ഭൂമി നമ്മളെ സംരക്ഷിക്കുന്നത്. ആ ഒരു മാഗ്നറ്റിക് ഫീൽഡ് എവിടെയെങ്കിലും ഒരു ക്രാക്ക് വീഴുമ്പോഴത്തേക്കാണ് നോർത്ത് പോളിലും അതേപോലെ തന്നെ സൗത്ത് പോളിലും ഈ ഒരു അറോറ ലൈറ്റുകളുണ്ടല്ലോ അത് തെളിയാൻ തുടങ്ങുന്നത്. അതുകൊണ്ട് നമ്മളിപ്പോൾ ആ ഒരു വാം ഹോളിനുള്ളിലേക്ക് പോകണമെന്നുണ്ടെങ്കിൽ നമ്മളും അതുപോലെ തന്നെ ഒരു മാഗ്നറ്റിക് ഫീൽഡ് നമുക്ക് ചുറ്റും ക്രിയേറ്റ് ചെയ്തേ പറ്റൂ. അതിനു വേണ്ടിയിട്ട് നമുക്ക് ഒരുപാട് പവർ ആവശ്യമുണ്ട്.
അതുകൊണ്ട് ഇവരെന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇവരുടെ ആ ഒരു കമ്പാർട്ട്മെന്റിന് ചുറ്റിനായിട്ടും ഒരുപാട് വയറുകളെല്ലാം സെറ്റ് ചെയ്തിട്ട് ഹൈ വോൾട്ടേജിൽ പവർ കയറ്റി വിടാൻ പോവാണ്. അങ്ങനെ ചെയ്യുമ്പോഴത്തേക്കും ഈ ഒരു കമ്പാർട്ട്മെന്റ് ഒരു മാഗ്നറ്റിക് ഫീൽഡായിട്ട് അതങ്ങനെ മാറുകയും ചെയ്യും. അതുകൊണ്ട് തന്നെ ആ ഒരു കമ്പാർട്ട്മെന്റ് പൂർണ്ണമായിട്ടും ഈ ഒരു വാം ഹോളിനുള്ളിലേക്ക് പോകും. അതുകൊണ്ട് ഇവർക്ക് ഒരു പ്രശ്നം ഉണ്ടാകത്തില്ല. പക്ഷേ ഏറ്റവും വലിയ പ്രശ്നം എന്താണെന്നറിയോ? ഹൈ വോൾട്ടേജ് പവറിന് വേണ്ടിയിട്ട് ഇവരിപ്പോൾ എവിടെ പോകും? ഇനിയിപ്പോൾ എന്ത് ചെയ്യുമെന്ന് ആലോചിച്ചിട്ട് എല്ലാവരും ഇരിക്കുന്ന സമയത്താണ് ഇവരുടെ കൂട്ടത്തിലുള്ള ഒരുത്തൻ ഈ പോസ്റ്റിലെ ലൈൻ ഉണ്ടല്ലോ അതിങ്ങനെ കണ്ടുപിടിക്കുന്നത്. അതിന്റെ വയറിങ്ങനെ കണ്ടുപിടിച്ച് ഇതെവിടേക്കാണ് പോയിരിക്കുന്നതെന്ന് മനസ്സിലാക്കി എല്ലാവരും അത് ഫോളോ ചെയ്ത് ഒരുപാട് ദൂരം സഞ്ചരിച്ച് ചെല്ലുമ്പോഴത്തേക്കാണ് ഒരു പവർ ഹൗസ് ഇവർ കണ്ടുപിടിക്കുന്നത്. അതുകൊണ്ട് ഇപ്പോൾ ഇവർക്ക് ആവശ്യമായിട്ടുള്ള ഹൈ വോൾട്ടേജ് പവറും കിട്ടിയിട്ടുണ്ട്. അങ്ങനെ ഇവരെന്താ ചെയ്യുന്നത് വെച്ചാൽ ആ ഒരു വയറുകളെല്ലാം കൊണ്ടുവന്ന് ആ ഒരു കമ്പാർട്ട്മെന്റ് മുഴുവനായിട്ട് ഇങ്ങനെ ചുറ്റി വെച്ച് എന്നിട്ട് അതൊരു മാഗ്നറ്റിക് ഫീൽഡായിട്ട് മാറ്റാനായിട്ട് ശ്രമിക്കുകയാണ്. പക്ഷേ ഇപ്പോൾ ഇവർക്ക് എന്തായാലും അത് ചെയ്യാൻ കഴിയത്തില്ല. കാരണം എന്തെങ്കിലും ഒരു കൊടുങ്കാറ്റ്, മഴ ഇങ്ങനെ എന്തെങ്കിലും സംഭവിച്ചിട്ട് ആ ഒരു അറോറ ലൈറ്റ് അത് തെളിഞ്ഞാൽ മാത്രമേ ഇവർക്ക് ഈ ഒരു കാര്യം ചെയ്തിട്ട് അതിനുള്ളിലൂടെ പോകാനായിട്ട് കഴിയത്തുള്ളൂ. അങ്ങനെ അതിനു വേണ്ടിയിട്ട് എല്ലാവരും വെയിറ്റ് ചെയ്തിരിക്കുമ്പോൾ അടുത്തൊരു പ്രശ്നം വേറെ ഒന്നുമല്ല, ഒരുപക്ഷേ ഇവർ ഈ ഒരു വാം ഹോളിനുള്ളിലേക്ക് പോയെന്ന് വെച്ചു. അങ്ങനെ പോയി കഴിഞ്ഞാലും 2023 തന്നെ തിരിച്ചു പോകുന്നത് എന്താണ് ഇത്ര ഉറപ്പ്? ചിലപ്പോൾ ഇനിയും ഫ്യൂച്ചറിലേക്ക് തന്നെ പോവാം, അല്ലാന്നുണ്ടെങ്കിൽ ഒരുപാട് പാസ്റ്റിലേക്ക് പോവാം. അതുകൊണ്ടിപ്പോൾ ഇവരൊരു വലിയ തീരുമാനം എടുക്കാൻ പോവാണ്. വേറെ ഒന്നുമല്ല, ഇതിൽ പകുതി പേര് മാത്രമാണ് തിരിച്ചു പോകാൻ പോകുന്നത്. ബാക്കിയുള്ളവർ ഈ 2060 തന്നെ ജീവിക്കണം. ഒരുപക്ഷെ തിരിച്ചു പോയവർ 2023 തന്നെ എത്തിയെന്ന് വെച്ചോ, അവർക്ക് അവിടെ സാധാരണ ഒരു ജീവിതം ജീവിക്കാം. 2060 ജീവിക്കുന്നവർ ഇവിടെ സന്തോഷമായിട്ട് ജീവിക്കണം. അതുമല്ല, അവരവിടേക്ക് ചെന്നിട്ട് ഈ ഭൂമിയിലേക്ക് വരാൻ പോകുന്ന ആ ഒരു വലിയ അപകടം അത് തടഞ്ഞു കഴിഞ്ഞാൽ പുതിയൊരു ടൈം ലൈൻ ഉണ്ടാവും. അതിൽ അവർക്ക് സന്തോഷമായിട്ട് ജീവിക്കാം. ഈ ഒരു ടൈം ലൈനിൽ ജീവിക്കുന്നവർക്ക് ഇതുപോലെ തന്നെ മുന്നോട്ട് പോകാനും കഴിയും. അങ്ങനെ തീരുമാനിച്ചിട്ട് എല്ലാവരും വെയിറ്റ് ചെയ്തിരിക്കുന്ന സമയത്ത് ആ ഒരു അറോറ ലൈറ്റ് അത് ആകാശത്ത് തെളിയാൻ തുടങ്ങുന്നു. അതേപോലെ തന്നെ എന്തോ ഒരു കാറ്റോ എന്തോ വരാൻ പോകുന്നുണ്ട്. അതേസമയം ഇവരെല്ലാവരും അത് മനസ്സിലാക്കി ഇവിടെ നിന്ന് പോകാനായിട്ട് തീരുമാനിച്ചവരെല്ലാം കൂടി ചേർന്ന് ആ ഒരു കമ്പാർട്ട്മെന്റ് 1ലേക്ക് ഓടിക്കയറി കുറച്ച് കഴിയുമ്പോൾ തന്നെ അത് മൊത്തമായിട്ടും ആ ഒരു വാം ഹോളിന് ഉള്ളിലേക്ക് കടന്നു പോവുകയും ചെയ്യുന്നു. അതേപോലെ തന്നെ എന്തായാലും പേടിക്കാനൊന്നുമില്ല. കാരണം അവരെല്ലാവരും ഇപ്പോൾ എത്തിയിരിക്കുന്നത് 2023 തന്നെയാണ്. ഇവരെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് അവിടേക്ക് പോലീസും മറ്റു കാര്യങ്ങളെല്ലാം വന്നിട്ടുണ്ട്. പക്ഷെ അവിടെയാണ് മറ്റൊരു കാര്യം, ഇവർ 2023 പ്രതീക്ഷിക്കുന്നത്. പക്ഷേ ഇതിപ്പോൾ 2026 കാരണം 3 വർഷം കഴിഞ്ഞു. അപ്പോൾ 2023 നിന്നും ആ ഒരു 3 വർഷം കഴിഞ്ഞിട്ടാണ് ആ ഒരു വലിയ അപകടം ഭൂമിയിൽ സംഭവിക്കാൻ പോകുന്നത്. പക്ഷെ ഇവർക്കാണെങ്കിലോ ഇനി സമയമില്ല, കുറച്ച് മാസങ്ങൾ മാത്രമേ ഇനി ബാക്കിയുള്ളൂ. ഇത്രയും ചുരുങ്ങിയ സമയം കൊണ്ട് ഇവർക്ക് അത് എങ്ങനെ തടയാൻ കഴിയും? അങ്ങനെ നമ്മുടെ ഹട്ടാന, നോയ, ഷിരഹാമ ഇവരെല്ലാവരും നടന്ന കാര്യങ്ങളെല്ലാം, അതിൻ്റെ ഉള്ളിൽ അവർക്ക് സംഭവിച്ച കാര്യങ്ങളെല്ലാം ഇവരോട് പറയുന്നുണ്ട്. അതേപോലെ തന്നെ ആ ഒരു ബയോളജിസ്റ്റ് ഉണ്ടല്ലോ, അയാളായാലും അവിടെ നിന്നുള്ള ആ ഒരു ചെടിയെല്ലാം കൊണ്ടുവന്നിട്ട്, സാർ ഈ ഒരു ചെടി നോക്ക്, ഇത് ഈ ഒരു അവസ്ഥയിലാവണമെന്നുണ്ടെങ്കിൽ ഇനി 30 വർഷം കഴിയണം എന്നെല്ലാം പറഞ്ഞിട്ട് അവരെ വിശ്വസിപ്പിക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. പക്ഷെ ആരും വിശ്വസിക്കുന്നില്ല. അവർ വിശ്വസിക്കുന്നത് 3 വർഷങ്ങൾക്ക് മുന്നേ ഒരു കമ്പാർട്ട്മെന്റും കുറച്ച് ആളുകളും കാണാതായി പോയി. അത് കഴിഞ്ഞ് പെട്ടെന്ന് ഇപ്പോൾ ഇവരെല്ലാവരും പ്രത്യക്ഷപ്പെടുകയും ചെയ്തു. അതെങ്ങനെയാണെന്ന് അവർക്ക് മനസ്സിലായില്ല. ആ ഒരു രീതിയിൽ തന്നെ അവർ കൺഫ്യൂഷനായിട്ട് ഇങ്ങനെ നിൽക്കുകയാണ്. പക്ഷെ ഇവർ പറയുന്നതൊന്നും അവർ വിശ്വസിക്കത്തുമില്ല. അങ്ങനെ ഇവരായാലും ഇന്റർനെറ്റ് വഴിയെല്ലാം ജനങ്ങളോട് എല്ലാവരോടും ഈ ഒരു കാര്യം അറിയിക്കുകയാണ്, വലിയൊരു അപകടം ഭൂമിയിലേക്ക് വരാൻ പോകുന്നു എന്നുള്ള രീതിയിൽ. അപ്പോൾ ജനങ്ങളെല്ലാവരും ഇവരെ സപ്പോർട്ട് ചെയ്യുമ്പോഴത്തേക്കും ഗവൺമെന്റിനും വിശ്വസിക്കാതിരിക്കാൻ കഴിയത്തില്ല. 3 വർഷങ്ങൾക്ക് മുന്നേ കാണാതായിട്ട് പെട്ടെന്ന് തിരിച്ചു വരുമ്പോൾ അവർ പറയുന്നതിലും എന്തെങ്കിലും സത്യം ഉണ്ടാവുമെന്ന് വിചാരിച്ച് ഒരു മിസൈൽ ഇവരിപ്പോൾ റെഡിയാക്കുകയാണ്. എന്താണെന്ന് വെച്ചാൽ ആ ഒരു ഉൽക്ക ഭൂമിയിലേക്ക് പതിക്കുന്നതിന് മുന്നേ തന്നെ അതിനെ തകർത്ത് അതിന്റെ ദിശ മാറ്റാൻ വേണ്ടിയിട്ട്. അങ്ങനെ കുറെ കഴിഞ്ഞിട്ട് ഈ ഒരു വാം ഹോൾ വഴി രക്ഷപ്പെട്ട് വന്ന എല്ലാവരെയും കാണാൻ വേണ്ടി അവരുടെ ഫാമിലീസും എല്ലാവരും വരികയും ചെയ്യുന്നു. പക്ഷെ നമ്മുടെ നോയെ കാണാൻ വേണ്ടിയിട്ട് ആരും വരുന്നില്ല. കുറച്ച് കഴിഞ്ഞ് കാണിക്കുമ്പോഴത്തേക്കാണ് അവന്റെ സഹോദരൻ ഇവിടേക്ക് വരുന്നത്. അപ്പോഴേക്കും നോയയ്ക്കും അത്രയും സന്തോഷമായി. അത് കഴിഞ്ഞിട്ട് ഇവർ പറഞ്ഞതുപോലെ തന്നെ ഭൂമിയിലേക്ക് ഒരു ഉൽക്ക വരുന്നുണ്ടെന്നുള്ള കാര്യം ഇവർക്ക് മനസ്സിലായി. അതനുസരിച്ച് ഇവർ ആ ഒരു മിസൈൽ വിട്ടിട്ട് അതിന്റെ ദിശയും മാറ്റിവിടുന്നു. അതുകൊണ്ട് തന്നെ ആ ഒരു ഉൽക്കയാണെങ്കിലും ഭൂമിയിൽ പതിക്കാതെ മറ്റൊരു ദിശയിലേക്ക് പോകുന്നതും. അതുകൊണ്ട് തന്നെ ഒരു ആൾട്ടർനേറ്റീവ് റിയാലിറ്റി ക്രിയേറ്റ് ആവുകയാണ്. വ്യക്തമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ റിയാലിറ്റി 1 ആ ഒരു ഉൽക്ക വന്ന് പതിച്ചിട്ട് ഭൂമി മൊത്തമായിട്ട് നശിച്ചു പോകുന്നു. പക്ഷെ ആ ഒരു കമ്പാർട്ട്മെന്റ് ടൈം ട്രാവൽ ചെയ്തിട്ട് ആ ഒരു കമ്പാർട്ട്മെന്റിലുള്ള കുറെ മനുഷ്യര് പാസ്റ്റിൽ നിന്നും ഫ്യൂച്ചറിലേക്ക് 2060 പോകുന്നു. അവിടെ രണ്ടാമത് ഒരു ടൈം ലൈനും ക്രിയേറ്റ് ആവുകയാണ്. അതിൽ പാതി പേരാണെങ്കിലോ അതേ വാം ഹോൾ വഴി തിരിച്ച് 2026 വന്നിട്ട് ആ ഒരു ഉൽക്ക പതിക്കുന്നത് തടയുകയും ചെയ്യുന്നു. അതുകൊണ്ട് തന്നെ പുതുതായിട്ട് ഒരു ടൈം ലൈൻ ഇപ്പോൾ ക്രിയേറ്റ് ആവുകയാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു ടൈം ലൈനിനെ നമുക്ക് ടൈം ലൈൻ 2 എന്ന് പറയാം. ഈ ഒരു ടൈം ലൈനിൽ ഒരിക്കലും ആ ഒരു ഉൽക്ക പതിച്ചിട്ട് മനുഷ്യരാശി ഇല്ലാതാവത്തില്ല. അതുകൊണ്ട് അവരവിടെ സന്തോഷമായിട്ട് ജീവിക്കും. ടൈം ലൈൻ 1 ഇവിടെ നിന്ന് വരുന്നില്ല എന്ന് തീരുമാനിച്ചവരുണ്ടല്ലോ, നമ്മുടെ ഷാ പിന്നെയും രണ്ടാമത്തെ ആ ഒരു കമ്പാർട്ട്മെന്റിലെ ആ ഒരു ലീഡർ, അവരെല്ലാവരും ഇവിടെ തന്നെ നിൽക്കുകയാണ്. അതുപോലെ ഷാ ആണെങ്കിൽ അവിടെ കൃഷിയെല്ലാം ചെയ്തിട്ട് അവർ പുതിയൊരു ജീവിതം അവിടെ തുടങ്ങുന്നു. ഇവിടെ ഇനി പുതുതായിട്ട് ഒരു മനുഷ്യരാശി തന്നെ ഉണ്ടാവുമെന്ന് കാണിച്ചുകൊണ്ട് ഈ ഒരു മൂവിയും ഇവിടെ വെച്ച് അവസാനിക്കുകയാണ്.
അപ്പോൾ ഇതുപോലെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള മറ്റൊരു മൂവിയായിട്ട് ഉടനെ തന്നെ വരുന്നതായിരിക്കും. അപ്പോൾ അതുവരെ ബൈ.